അക്കരയ്ക്കു യാത്ര ചെയ്യും സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും കഴിവുള്ളവൻ പടകിലുണ്ട് അവൻ കാറ്റിനെയും കടലിനെയും കഴിവുള്ളവൻ പടകിലുണ്ട് അക്കരയ്ക്കു യാത്ര ചെയ്യും സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട യാത്ര ചെയ്യുമ്പോൾ തന്നുവായിരിക്കും നീ വലഞ്ഞിടുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ തന്നുവായിരിക്കും നീ വലഞ്ഞിടുമ്പോൾ ഭയപ്പെടേണ്ട തൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട തൻ കൂടെയുണ്ട് ആരോഗ്യം പോലിയ ഗുണമുഖത്ത് ആരോഗ്യം പോലിയ ഗുണമുഖത്ത് അക്കരയ്ക്കു യാത്ര ചെയ്യും പ്രിയ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും പ്രിയ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൃഷ്ടി ദൈവദാസന്മാർക്ക്, സ്നേഹം നിറഞ്ഞ ദൈവമക്കൾക്ക്, എന്നെ ശ്രമിക്കുന്ന നല്ലവരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. ആദ്യമായി ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ കാനഡയ്ക്ക് വന്ന ദൈവത്തിന്റെ വചനവുമായി ദൈവം എന്നെ വിടുവിച്ച അത്ഭുതകരമായ വിടുതലിന്റെ സാക്ഷ്യവുമായി നിൽക്കുവാൻ നല്ലവനായ ദൈവം ഒരവസരം നൽകിയതിന് ഞാൻ നന്ദി ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണെങ്കിൽ ദൈവം നേരത്തെ ഇത് പ്ലാൻ ചെയ്തതുകൊണ്ട് ദൈവമഹത്വം ഇന്ന് രാത്രി ഇവിടെയും വെളിപ്പെടും. ദൈവത്തിന് തന്റെ പദ്ധതി ഇവിടെയും ചെയ്തെടുക്കുവാനുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇതിന് മുഖാന്തരമായ അതിനായി ദൈവം കരങ്ങളിലെടുത്ത
ദേവദാസന്മാരെ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാസ്റ്ററിനെ, ഇവിടുത്തെ സഭയെ, നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ നിങ്ങൾക്കെന്റെ സ്നേഹ അഭിവാദനം വീണ്ടും അർപ്പിക്കുന്നു. ഇവിടെ ഒരു പുസ്തകത്തെ കുറിച്ച് അതിന്റെ ഗ്രന്ഥകർത്തൃ തന്നെ നമ്മോട് പറഞ്ഞു വരും. സാധാരണ ഒരു പുസ്തകം ആരെങ്കിലും കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വില എന്താണെന്നൊക്കെ പറയും. കാരണം വാങ്ങാൻ താല്പര്യമുള്ളവർക്കത് വാങ്ങണമല്ലോ. എന്നാൽ ആ ദേവദാസി പറഞ്ഞില്ല. നിങ്ങൾ പിന്നീട് ചോദിക്കുമ്പോൾ പറയുമെന്നായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ പോകുന്നത്, ആ പുസ്തകത്തിന്റെ അവസാനം അവരുടെ ജീവിത സാക്ഷ്യം വളരെ ചുരുക്കമായി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും ആ എഴുതിയ ഗ്രന്ഥകർത്താവ് ആരാണ്, ദൈവം ഏത് രീതിയിലാണ് ആ സഹോദരിയെ തീയിലൂടെ അഗ്നി ജ്വാലയിലൂടെ ഒരുക്കിയെടുത്ത് ഇന്നത്തെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതെന്ന്. മാത്രമല്ല, ഈ പുസ്തകം വിറ്റ് കിട്ടുന്ന പൈസ മുഴുവൻ ദൈവവേലയ്ക്കായിട്ട് കൊടുക്കുവാൻ, താൻ തന്നെ വെച്ച് ഉപയോഗിക്കുവാനല്ല, ദൈവവേലയ്ക്കായിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ, എനിക്കല്ല കേട്ടോ, ആർക്കെങ്കിലും ദൈവവേല ചെയ്യുന്ന ആ പലർക്കായിട്ട് അത് കൊടുക്കുവാനായിട്ട് ആ സഹോദരി ആഗ്രഹിച്ചു. വിറ്റ് കിട്ടിയ പൈസ മുഴുവൻ അങ്ങനെ കൊടുക്കുകയും ചെയ്തു. ഇനി കുറച്ച് പുസ്തകങ്ങൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അതും വിറ്റ് കിട്ടിയാൽ അത് പൂർണ്ണമായിട്ട് അധികമായിട്ടും നമ്മുടെ ഇന്ത്യയിലുള്ള വിലയ്ക്ക് തന്നെയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 10 അമേരിക്കൻ ഡോളറിനാണ് അവരത് വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ $5 അമേരിക്കൻ ഡോളറിനാണ് അവർ വിൽക്കുന്നത്. ഇവിടെ കൊണ്ടുവന്നത് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ പുസ്തകം വളരെ കുറച്ചേ ഉള്ളൂ തോന്നുന്നു. അത് നിങ്ങൾ വാങ്ങിക്കണമെന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം അത് വാങ്ങിച്ച് അവരെയല്ല സഹായിക്കുന്നത്, ദൈവത്തിൻ്റെ വേലയിൽ, ഇന്ത്യയിലുള്ള ദൈവത്തിൻ്റെ വേലയിൽ ആണെന്നൂടെ ഓർമ്മപ്പെടുത്തട്ടെ. അത് മാത്രമല്ല, അത് വായിച്ചതിന് ശേഷം പലർക്കും ഇസ്രായേൽ കാണാൻ താല്പര്യം ജനിച്ചു. പോയവർക്ക് പലതും അവർ കണ്ട കാര്യങ്ങൾ ഓർക്കാനായിട്ടും അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും ഓർക്കാനായിട്ടും കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ഇടവന്നു. അതിനുവേണ്ടി ആ സഹോദരിയുടെ പ്രവർത്തനത്തെ സഹായിക്കണമെന്ന് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. കത്തോലിക്ക സഭയിലെ അതിപുരാതനമായ ഒരു സന്യാസ സമൂഹത്തിൽ 28 വർഷം ഒരു സന്യാസിയായിട്ട് ജീവിച്ച ഒരു വ്യക്തി, അതിൽ 18 വർഷം കത്തോലിക്ക പുരോഹിതനായി ശുശ്രൂഷ ചെയ്ത, സന്യാസ വൈദികനായി ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തി പൗരോഹിത്യം ഉപേക്ഷിച്ചു. സന്യാസ സമൂഹം വിട്ടിറങ്ങി, കത്തോലിക്ക സഭയും വിട്ട് ദൈവത്തിന്റെ വചനവും എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു? എന്തൊക്കെയായി കേൾക്കുന്നത്? കത്തോലിക്ക സഭയിൽ നിന്ന് വളരെ വിരളമായിട്ട് ആളുകൾ പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് പോയുള്ളൂ. വളരെ വിരളമായിട്ട്. അതൊരു വിശ്വാസി, കത്തോലിക്ക സഭയിലെ ഒരു വിശ്വാസി, ഇതൊരു വിശ്വാസിയല്ല, ഒരു പുരോഹിതനെന്നല്ല, ഒരു സന്യാസ സമൂഹത്തിലെ ഒരു സന്യാസ വൈദികൻ കത്തോലിക്ക സഭ വിട്ടുപിടുകയും പൗരോഹിത്യം ഉപേക്ഷിക്കുന്ന അപൂർവമായിട്ടെങ്കിലും കത്തോലിക്ക സഹോദരങ്ങളില്, കത്തോലിക്ക സഭയിലെ പൗരോഹിത്യം ഉപേക്ഷിക്കുന്നവരുണ്ട്. അവരാരും കത്തോലിക്ക സഭ വിട്ടുപോകാറില്ല. കത്തോലിക്ക സഭ വിട്ടാൽ തന്നെയും പെന്തക്കോസ്തിലേക്ക് തീർച്ചയായിട്ടും പോകാറ്. ഇത് വെറും ഒരു സാധാരണ വൈദികനല്ല, ഒരു കത്തോലിക്ക പുരോഹിതൻ, സന്യാസ വൈദികൻ. വെറും ഒരു സന്യാസ വൈദികനല്ല, അതിപുരാതനമായ വളരെ കർക്കശമായ ഒരു സന്യാസ സമൂഹത്തിലെ ഒരു സന്യാസ വൈദികൻ, കർമ്മലീത്ത സന്യാസ സമൂഹം. ആ കേരളത്തിലെ സന്യാസ സമൂഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം, CMI എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് അതുമല്ല, അതിനു പോലും തുടക്കം കുറിച്ച ഇന്റർനാഷണൽ സന്യാസ സമൂഹത്തിലെ ഒരല്ല.
OCD എന്ന് പറയും, ഷോർട്ട് ഫോം. അങ്ങനെയുള്ള ആ സന്യാസ സമൂഹത്തിലെ ഒരെണ്ണം ബ്രൗൺ ഉടുപ്പൊക്കെ ഇട്ട ആശ്രമത്തില് നാട്ടിൽ കൊബൈദ എന്നൊക്കെ പറയുന്ന അതിലൊക്കെ കഴിയുന്ന ഒരു വ്യക്തി അതിനൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് പോയെന്ന് പറഞ്ഞാൽ കത്തോലിക്കർ ആദ്യം പറയുന്നത്, അദ്ദേഹം ഒരു കത്തോലിക്ക വൈദികനായിരിക്കില്ല. കത്തോലിക്ക വൈദികൻ തീർച്ചയായിട്ടും ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് പോകില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സന്യാസ വൈദികനായിരുന്നു എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സന്യാസ വൈദികനായിരിക്കില്ല, ഒരു സന്യാസ സഭയിലെ ഒരു ബ്രദറായിരുന്നിരിക്കും. കാരണം സന്യാസ സമൂഹത്തിൽ തന്നെ പുരോഹിതനാകാതെ മരണം വരെ സന്യാസിമാരായിട്ട് വൈദികരെ പോലെ സന്യാസ വസ്ത്രമണിഞ്ഞ് വൈദികരെ പോലെ ജീവിക്കുന്ന, വൈദികരെ പോലെ ആണെങ്കിലും പൗരോഹിത്യ ശുശ്രൂഷ ഒഴിച്ച് ബാക്കിയെല്ലാറ്റില്ല വൈദികരെ പോലെ സന്യാസാശ്രമമില്ല, സന്യാസ ശുശ്രൂഷ ജീവിതം നയിക്കുന്ന ബ്രദേഴ്സ് അല്ല. അവര് 10ാം ക്ലാസ് വരെ പഠിക്കണമെന്ന് ഇല്ല. മുമ്പൊക്കെ ആണെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിക്കണമെന്നില്ല, എഴുത്തു വായനയൊക്കെ അറിഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും ഒരു പക്ഷേ ആ സന്യാസ സമൂഹം വിട്ടിട്ട് ഒരു പുരോഹിതനായിരുന്നു എന്നൊക്കെ പെന്തക്കോസ്ത് കൂട്ടായ്മയിലൊക്കെ പോയി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെയാണ് ചിലർ പറഞ്ഞ് ആശ്വസിക്കുന്നത്. ഇനി അല്ല അതിന് വൈദ്യം തന്നെയായിരുന്നു എന്ന പ്രൂഫ് സഹിതം, തെളിവ് സഹിതം കാണിക്കുകയാണെങ്കിൽ ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ കത്തോലിക്ക പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കില്ല. കത്തോലിക്ക സഭയിൽ തന്നെ അങ്ങനെ വലിയ കത്തോലിക്ക പാരമ്പര്യമൊന്നുമില്ലാതെ ജീവിച്ചു. അങ്ങനെയുള്ള ഒരു വ്യക്തി പിന്നെ പെന്തക്കോസ്തുകാരോട് എന്തെങ്കിലും ചായ ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തി ആടി ഉലഞ്ഞു നിന്നത് അവസാനം അങ്ങോട്ട് തന്നെ പോയി, പെന്തക്കോസ്തിലേക്ക് പോയി. അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കും. മറ്റേ പറയുന്നത് അങ്ങനെയല്ലേ, കത്തോലിക്ക സഭയിൽ തന്നെ ഒരു കുടുംബത്തിൽ ഒരു വൈദികൻ ഉണ്ടാകുക, ഒരു കന്യാസ്ത്രീ ഉണ്ടാകുക എന്ന് വെച്ചാൽ കുടുംബത്തിന്റെ പ്രസ്റ്റീജിന്റെ ഒരു ഇഷ്യൂ ഓടിക്കുന്നുണ്ട്. കുടുംബത്തിന്റെ അഭിമാനമാണ് അവര്. ഇനിയിപ്പോ അങ്ങനെ ഈ വൈദികനാകാൻ പോകുവാൻ താല്പര്യമില്ലാതിരിക്കെ മാതാപിതാക്കളോ ബന്ധുക്കളോ നേർച്ച നേർന്നും നിർബന്ധിച്ചും ഇദ്ദേഹത്തെ കുടുംബത്തിന്റെ പ്രസ്റ്റീജിന് വേണ്ടി ഒന്ന് തെളിവിട്ടു. ശരിയായ ദൈവവിളി കിട്ടാതെ പോയതുകൊണ്ട് കുറെ കഴിഞ്ഞപ്പോൾ വിട്ടുപോന്നു. മറ്റൊരു പറയുന്നത് അങ്ങനെയല്ലേ, നിന്ന സ്ഥലത്ത് സന്യാസ സമൂഹത്തിൽ അല്ലെങ്കിൽ പൗരോഹിത്യത്തില് അവിടെ സന്തോഷമില്ലായിരുന്നു, അല്ലെങ്കിൽ അവിടെ അധികാരികളുമായിട്ട് നല്ല ചർച്ചയിലല്ലായിരുന്നു. അതുകൊണ്ട് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന മട്ടിൽ മുടക്കി അയച്ച ഒരു വൈദികനോ മറ്റായിരിക്കും. അതുകൊണ്ടാണ് അത് ഈ പെന്തക്കോസ്തിലേക്ക് അവസാനം പോയി ചേർന്നത്. മറ്റൊരു പറയുന്നത് അങ്ങനെ, സാധാരണ ഏതെങ്കിലും പദവിഭാഗങ്ങളിലോ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽ നിന്നോ പെന്തക്കോസ്തിലേക്ക് ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ ആളുകൾ പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഡോളർ വരുത്തി കൊടുത്തിട്ട് ഇവരെ പെന്തക്കോസ്താക്കിയത്. അപ്പോൾ ഒരു വൈദികനെ പെന്തക്കോസ്തിലേക്ക് കിട്ടണമെന്ന് വെച്ചാൽ ഡോളർ വരുത്തി കൊടുത്താൽ പോകുമോ? ഇല്ല. ഡോളറിന്റെ നാടായ അമേരിക്കയിലേക്ക് പോകാൻ ഒരു വിസ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അതിൽ കൊതിച്ച് അങ്ങനെ അതിൽ പെന്തക്കോസ്തിൽ പോയി ചേർന്നു. ഇതൊക്കെ ന്യായമായ അനുമാനങ്ങളാണ്. മറ്റൊരു പറയുന്നത് അങ്ങനെയല്ല, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗമാണ്, മതവിഭാഗമാണ്. അവിടെ ഒത്തിരി വൻപന്മാരുണ്ട്, കഴിവുള്ള ധാരാളം പേരുണ്ട്. അവിടെ എന്തെങ്കിലും സ്ഥാനങ്ങൾക്ക് ഇദ്ദേഹം കൊതിച്ചു കാണും. എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ കിട്ടാൻ വഴിയില്ലല്ലോ. അങ്ങനെ അവിടെ ആഗ്രഹിച്ച സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ അവിടെ നിന്ന് കൊച്ചു കൂട്ടായ്മ അന്വേഷിച്ച് അവിടെ പോയാൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച ഒരു സ്ഥാനമൊക്കെയായ ഒരു വൈദികൻ ഇറങ്ങി പുറപ്പെട്ടതാണ് എന്നാണ് മറ്റു ആശ്വസിക്കുന്നത്. ചിലർ പറയുന്നത് അങ്ങനെയല്ലേ, കത്തോലിക്ക വൈദികർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ദൈവത്തിന് വിവാഹം കഴിക്കാൻ കൊതിയായി, അതുകൊണ്ട് അവിടെ നിന്ന് പുറത്ത് ചാടിയാൽ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കാമല്ലോ എന്ന് എഴുതിയിട്ടാണ് അധികം പോയി പെന്തക്കോസ്തിലേക്ക് വിളിച്ചാണ്. ഇങ്ങനെ നിരവധി ചിന്തകൾ, അനുമാനങ്ങൾ ഒരു കത്തോലിക്ക പുരോഹിതൻ, അതുപോലെ സന്യാസ വൈദികൻ കത്തോലിക്ക സഭ വിട്ടിട്ട് പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് പോയിട്ട് പറയുന്ന ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഇനി ഇതിലൊക്കെ ഞാൻ ചുരുക്കമായിട്ട് മറുപടി പറയും, വളരെ ചുരുക്കമായിട്ട്. അങ്ങനെ മറുപടി പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് അത് കൺവിൻസ്ഡ് ആയില്ലെങ്കിൽ എനിക്ക് പ്രൂഫുണ്ട് എല്ലാവരും. ഇനി അങ്ങനെ കൺവിൻസ്ഡ് ആയാലും പിന്നെ ഒരു ചോദ്യം നിങ്ങളിൽ നിന്നും വളരെ ന്യായമായ ഒരു ചോദ്യം ഉണ്ടാകും.
ഒക്കെ അവർക്ക് സംഭവിച്ചു. അങ്ങനെ ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതി പ്രകാരമാണ്, ദൈവത്തിന്റെ പ്രത്യേകമായ വെളിപ്പാടനുസരിച്ചാണ് അച്ഛൻ ഇറങ്ങി തിരിച്ചു എന്നൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. എങ്കിലും കത്തോലിക്ക സഭ വീട്ടുപുറത്ത് പെന്തക്കോസ്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അനുഭവങ്ങൾ കത്തോലിക്ക സഭയിലെ കരിസ്മാറ്റിക് മൂവ്മെന്റിലുണ്ട്. മാർത്തമാക്കാർ പറയും അവിടെയും അന്യഭാഷ പറയുന്നവരുണ്ട്, ദർശന വെളിപാടുള്ളവരുണ്ട്, അഭിഷേകം പ്രാപിച്ചവരുണ്ട്, അവിടെയും സ്നാനപ്പെട്ടവരുണ്ട്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരൊക്കെയുണ്ട്. നല്ല സഭ വിട്ടു പോരണ്ടല്ലോ. നിന്നാൽ പോലെ നിൽക്കുന്ന സഭയിൽ തന്നെ നിന്നാൽ പോലെ എല്ലായിടത്തും ആരാധിക്കുന്നത് വിശ്വസിക്കുന്ന യേശുവിനെ ഇല്ലേ? യെസ്, അത് ന്യായമായ ചോദ്യമാണ്, ന്യായമായ ചോദ്യം. ഇതിലൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് മറുപടി തരാൻ ആഗ്രഹിക്കുക. എന്റെ സാക്ഷികൾ മുഴുവനായിട്ട് പറയാൻ സാധിക്കില്ല. മണിക്കൂറുകൾ ഞാൻ പറഞ്ഞ 3.5 മണിക്കൂർ വരെ ഒറ്റ നിൽപ്പ് നിന്നുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരിക്കൽ എന്റെ സാക്ഷ്യം പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി തരുമ്പോൾ എന്റെ സാക്ഷ്യവുമാകും അവരെ വചനത്തിൽ നിന്നും പ്രസംഗിക്കുവാൻ അവസരമുണ്ടാകും. പ്രത്യേകിച്ചും എന്തുകൊണ്ട് ഞാൻ ഇറങ്ങി പോകുന്നു എന്നുള്ളതിന് ദൈവവചനത്തിലുള്ള ഒരു ഭാഗം എനിക്ക് പറയുവാനുണ്ട്. എന്തുകൊണ്ട് കത്തോലിക്ക സഭ വിട്ട് പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് പോകുന്നു എന്നുള്ളതിന് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും എനിക്ക് ദൈവം തന്നെ എനിക്ക് നേരിട്ട് വെളിപ്പെടുത്തി തന്ന ആ വാക്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുണ്ട്. ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് പറയാനുള്ളതുകൊണ്ട് അല്പം കൂടെ ഫാസ്റ്റായിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്നോട് അത്ര ഫാസ്റ്റായിട്ട് പോകുന്നതല്ല, ഇത് ക്ഷമിക്കുക. നമുക്ക് വചന ധ്യാനത്തിനായിട്ട് 2 ഭാഗങ്ങൾ നമ്മൾ എടുക്കും. ഒന്ന്, ഞാൻ എന്നെ ഈ അനുഭവത്തിലേക്ക് കൈക്ക് പിടിച്ച് വഴി നടത്തിയ അതിനുവേണ്ടി ദൈവം ഇടപെട്ട ഒരു വാക്യമുണ്ട്. പിന്നീട് ഈ എന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് അത് പകുതി കഴിയുമ്പോൾ എന്തുകൊണ്ട് ഞാൻ കത്തോലിക്ക സഭ വിട്ടു എന്നുള്ളതിന്റെ വചനം പിന്നീട് എടുക്കും. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. കണ്ണുകളിലേക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കും. കരുണവരെ നിങ്ങളുടെ സ്വന്തം പിതാവേ, നിന്റെ മക്കളെ നിന്റെ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. കർത്താവേ, ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഇവിടെ പെന്തക്കോസ്തുകാരെന്നല്ല, കത്തോലിക്കരെന്നല്ല, മാർത്തോമാക്കാരെന്നല്ല, യാക്കോബക്കാരെന്നല്ല, CSNല്ല, ഒരു സഭാവിഭാഗവും കൂടാതെ നിന്റെ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെല്ലാം ശിരസ്സ് നമിക്കുകയാണ്. ഞങ്ങൾ നിന്റെ മക്കളാണ് പിതാവേ. നീ ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ നിന്റെ മക്കളാണ്. നീ തന്നെ ഞങ്ങളുടെ ഇടപെടണം. ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണമേ. ഞങ്ങൾ നിന്റെ വചനത്തിന്റെ മർമ്മം സത്യം വെളിപ്പെടുത്തി തന്നു സത്യം ഗ്രഹിക്കും. സത്യം ഞങ്ങളെ സ്വന്തം നിന്റെ വചനപ്രകാരം ഞങ്ങൾ നിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊന്നും തന്നെ കൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ പ്രിയ നാമത്തിൽ തന്നെ. കത്തോലിക്ക സഭയിൽ സന്യാസ സമൂഹത്തിൽ ഞാൻ ആയിരുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ ഞാൻ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു. അതായത് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിലേക്ക് വൈദികരായിട്ട് സന്യാസികളായിട്ട് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ദൗത്യം, അവർ കന്യാസ്ത്രീകളായിട്ട് പെൺകുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന ദൗത്യം, അതിനുവേണ്ടി കേരളത്തിലുള്ള ഹൈസ്കൂളുകളിൽ കടന്നു ചെന്ന 10ാം ക്ലാസ്സില് പഠിക്കുന്ന കുട്ടികളോട് ദൈവവിളിയെ കുറിച്ച് പ്രസംഗിക്കും. ദൈവവിളി ക്യാമ്പുകളൊക്കെ നടത്തും. അതിന്റെ അവരോട് അങ്ങനെ ഞാൻ പ്രസംഗിച്ച് നടന്ന അവസരങ്ങളിൽ അവരോട് ഞാനൊരു കാര്യം പറഞ്ഞു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായി. വളരെ വ്യക്തമായ, നമ്മൾ ആരും തന്നെ യാദൃച്ഛികമായിട്ട് ജനിച്ചതല്ല. ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ വന്നു, ജനിച്ചു,
നമ്മൾ മാർത്തോമ കുടുംബത്തിൽ ജനിച്ചു, കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ CSI കുടുംബത്തിൽ ജനിച്ചു, യാക്കോബ കുടുംബത്തിൽ ജനിച്ചു, ഇങ്ങനെയൊക്കെ കുറെ നാൾ ആ മാതാപിതാക്കൾ ജനിച്ചു, അങ്ങനെ കുറെ നാൾ ആ സഭയിലൊക്കെ ഇങ്ങനെ ജീവിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ വളർന്നു, നമ്മൾ ഇതായി നമുക്ക് മക്കളുണ്ടായി, കുറെ നാൾ കഴിഞ്ഞു നമ്മൾ അവർക്ക് വേണ്ടി നോക്കി നമ്മൾ ഈ ലോകത്തിലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മളങ്ങ് മരിച്ചു നോക്കണം. അങ്ങനെ മാത്രം ആയിരങ്ങളും പതിനായിരങ്ങളും ഈ ലോകത്തിൽ ജനിക്കുന്നു, കുറെ കഴിഞ്ഞു അവരുടെ ഏതാനും കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ മൺമറന്നു പോകുന്നു. അങ്ങനെ പോകേണ്ടവരല്ല നമ്മൾ ആരും തന്നെ അറിയപ്പെടാതെ അങ്ങനെ പോകേണ്ടവരല്ല. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് വളരെ വ്യക്തമായി ഈ ലോകത്തിന് ചിലത് ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിക്കുമായിരുന്നില്ല. നമ്മളെ കുറിച്ച് ദൈവത്തിന് വളരെ വ്യക്തമായ ഒരു സ്പെസിഫിക് പ്ലാൻ ഉണ്ട്. It's a unique role we have to play in this world. We have a unique role. ഞാൻ ചെയ്യേണ്ട കാര്യം മറ്റൊരാൾ ചെയ്യാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. ദൈവത്തിന് എന്നെ സൃഷ്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ദൈവത്തിന് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായ പ്ലാൻ ദൈവത്തിനുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാനാവുന്ന കാര്യം ലോകത്തിൽ മറ്റൊരു വ്യക്തിക്കും ചെയ്യുവാൻ കഴിയില്ല. എന്നേക്കാൾ പ്രഗത്ഭരുണ്ടാകാം, എന്നേക്കാൾ ബുദ്ധിമാന്മാരുണ്ടാകാം, എന്നേക്കാൾ സമർത്ഥന്മാരുണ്ടാകാം, എന്നേക്കാൾ സമ്പന്നന്മാരുണ്ടാകാം. പക്ഷേ എന്നോട് ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം മറ്റൊരുവരിലൂടെയും അമേരിക്കൻ പ്രസിഡന്റായ ക്ലിന്റണിനോട് പോലും ചെയ്യുവാൻ കഴിയുകയില്ല. അതാണ് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. We are unique. We are unique. Nobody can. നമ്മൾ മറ്റാർക്കും നമ്മൾ രണ്ടാം കടയിലാണ്, അവരെക്കാൾ താഴെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം we have a unique role in this world to play. Nobody else can do. Nobody else can perform as the Lord wants me to perform this world. മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ എനിക്ക് ഈ ലോകത്തിൽ ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ചെയ്തെടുക്കുവാനുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷെ അതെന്താണ് എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. അപ്പോൾ ആ കുട്ടികളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ കന്യാസ്ത്രീകളാകാൻ പോകണം, വൈദികരാകാൻ പോകണം, മിഷണറിമാരാകാൻ പോകണം, അല്ലെങ്കിൽ അവർ സന്യാസിമാരാകാൻ പോകണമെന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല. ഞാൻ അവരോട് പറഞ്ഞു ഈ കാര്യം നിങ്ങളോട് ഇപ്പം പറഞ്ഞ കാര്യം. പക്ഷെ അതുകൊണ്ട് ഞാൻ അന്ന് അവരോട് പറഞ്ഞത് യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ വൊക്കേഷണൽ ഗൈഡൻസ് കൊടുക്കുന്ന പദ്ധതിയുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. ഓരോരുത്തരുടെയും കുട്ടികളുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള ആപ്റ്റിറ്റ്യൂഡ് കണ്ടുപിടിച്ച് അതിന് വേണ്ടുന്ന ഈ കുട്ടിയെ ഇന്ന പ്രൊഫഷൻ പഠിപ്പിക്കുന്നതാണ് നല്ലത്, ഇന്ന ലൈനിൽ തിരിച്ചു വിടുന്നതാണ് നല്ലത്, ഇന്ന കാര്യത്തിന് വിടുന്നതാണ് നല്ലത് എന്നൊക്കെ ഗൈഡൻസ് കൊടുക്കാനുള്ള വൊക്കേഷൻ ഗൈഡൻസ് കൊടുക്കുന്ന വൊക്കേഷൻ ഗൈഡൻസ് ബ്യൂറോകളുണ്ട്. എന്നാൽ അവർക്ക് പോലും തെറ്റുപറ്റും. പക്ഷെ ഒരിക്കലും തെറ്റുപറ്റാതെ ഞാൻ എന്തായി തീരണം, എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യുന്നതാണ് 100% വിജയത്തിന് കാരണമെന്ന്, വിജയത്തിന് നിദാനമായി തീരേണ്ടതെന്ന് പറഞ്ഞു തരുന്ന ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. അത് ദൈവത്തിന്, സൃഷ്ടാവായ ദൈവത്തിന് മാത്രം. എന്നെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ എന്തായി തീരണമെന്ന് ദൈവത്തിന് വ്യക്തമായ പ്ലാനുണ്ട്. അത് വെളിപ്പെടുത്തി തരാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അന്ന് നാട്ടിലുള്ള കുട്ടികളോട് ഞാൻ പറഞ്ഞു, കത്തോലിക്കരായ കുട്ടികളോട് ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും നിങ്ങൾ അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ എന്തായി തീരണം, ഞാൻ ആരായി തീരണം എന്നായിരുന്നു നിന്റെ പ്ലാൻ. അതിന്റെ ഹിതം, നിന്റെ പദ്ധതി, എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം, ചോദിക്കണം. ചോദിച്ചിട്ട് ഒരു നിമിഷം ദൈവത്തിന്റെ സ്വരങ്ങൾ നിങ്ങൾ കാതു പൊളിച്ചിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു. അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം എനിക്കുണ്ടായിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഒരു ഉറപ്പിന്മേ, അങ്ങനെ ഒരു പ്രേരണയിന്മേ അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ ആ പറഞ്ഞ ഞാൻ ദൈവവിളി കിട്ടിപ്പോയ ആളല്ലേ. ദൈവവിളി കിട്ടി ഒരു സന്യാസ വൈദികനായ ഞാൻ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ച കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. എല്ലാ ദിവസവും ഞാൻ ദൈവത്തോട് പിന്നെയും ചോദിക്കുവാൻ, ദൈവം എനിക്ക് നിന്റെ ഹിതം മാത്രം നിറവേറ്റിയാൽ മതി. നീ എന്നോട് എന്ത് ചെയ്യുവാൻ ആവശ്യപ്പെട്ടാലും ഞാനത് ചെയ്യാം. നീ എങ്ങോട്ട് പോകുവാൻ എന്നോട് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോകുവാൻ തയ്യാറാണ്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക്
ഇന്ന് രാത്രി പറയുവാൻ സാധിക്കും, ദൈവം എനിക്ക് നിന്റെ ഇഷ്ടം മാത്രം ചെയ്താൽ മതി. നിന്റെ ഇഷ്ടം. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, പ്ലാൻ ഉണ്ടല്ലോ. വളരെ വ്യക്തമായി നമ്മളെ കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് ദൈവത്തിന് മുമ്പിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിന്റെ പ്ലാൻ എനിക്ക് വെളിപ്പെടുത്തി തരൂ. ഞാൻ അതനുസരിച്ച് നിങ്ങൾ തയ്യാറാണ്. നിന്റെ ഹിതം ചെയ്യുവാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. നീ എന്നെ എങ്ങോട്ട് നയിച്ചാലും അങ്ങോട്ട് പോകാൻ തയ്യാർ. നീ എന്നോട് എന്ത് ചെയ്യുവാൻ ആവശ്യപ്പെട്ടാലും ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവര് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ചില കരികൾ തീരെ പേടിയാണ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ നമ്മുടെ ഇഷ്ടമല്ലായിട്ടും നമ്മുടെ നിത്യതയിൽ നാം ദൈവത്തിന്റെ സന്നിധിയിലാകുമോ, ദൈവത്തിന്റെ സന്നിധിയിൽ എത്തണമോ, അതോ ദൈവത്തിൽ നിന്ന് അകന്നു പോകണമോ എന്നുള്ളത് ഈ നിശ്ചയത്തിൽ ഉറപ്പിന്റെ പേരിലേക്ക്. ദൈവത്തിന്റെ ഹിതം ചെയ്തില്ലെങ്കിൽ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ചെയ്തില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ചേരുക. തീർച്ചയായും നമ്മൾ ഒരു കാര്യം നിറവേറ്റിയിട്ട് നിർവർത്തിച്ചിട്ട് പോകുവാൻ വേണ്ടിയാണ് ദൈവം ഇവിടെ അയച്ചിരിക്കുന്നത്. അത് ദൈവത്തിന്റെ ഇഷ്ടം. ആ ഇഷ്ടം ചെയ്യാതെ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നിടാൻ ആരും തരില്ല. അവിടെ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കും. ഞാനിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനകൾ ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഈ ചെറിയൊരു സമർപ്പണ പ്രാർത്ഥന എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്ക് ആവർത്തിച്ച് മറുപടി തന്നുകൊണ്ടിരുന്നു. പക്ഷെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് നമ്മളെടുത്ത വാക്യം അതിലൂടെയാണ് ദൈവം എന്നോട് മറുപടി തന്നുകൊണ്ടിരുന്നത്. ആവർത്തിച്ച് ദൈവം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, എന്നെ നീ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ടായില്ല, എന്റെ പിതാവിന്റെ തിരുവിഷ്ടം നിറവേറ്റാത്തടത്തോളം കാലം നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതാണ് നമ്മളെ വായിച്ചത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരേവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ തിരുവിഷ്ടം ചെയ്യുന്നവൻ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂ. കർത്താവ്, ഞാൻ കത്തോലിക്ക പുരോഹിതനല്ലേ, ഞാനൊരു കത്തോലിക്കനല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് കത്തോലിക്ക പുരോഹിതനെ സന്തോഷവാനായിരുന്നു. കാരണം എനിക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായി. ഞാൻ ദൃഢം പറയാം, അതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഞാൻ സ്വർഗത്തിൽ പോകും. പക്ഷേ ദൈവനോട് നീ പോകില്ല. പിതാവിന്റെ തിരുവിഷ്ടം നിറവേറ്റത്രത്തോളം കാലം ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ വിചാരിച്ച ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുകയാണ്. നമ്മളെല്ലാവരും എല്ലാ ക്രൈസ്തവ വിഭാഗത്തിലുള്ളവർ വിചാരിക്കുന്ന അതാണ്. നമ്മൾ ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുക. എല്ലാവരും കർത്താവിനെ വിളിക്കുന്നത്. കർത്താവിനെ വിളിച്ചാൽ പോലും എന്നാൽ എല്ലാവരും പറയും അങ്ങനെയാണ്, ഞാൻ യേശുവിലല്ലേ വിശ്വസിക്കുന്നത്, ഞാൻ ഏക സത്യ ദൈവത്തിലല്ലേ വിശ്വസിക്കുന്നത് എന്നൊക്കെ നമ്മളെല്ലാം പറയും. എന്നാൽ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഏക ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നു, കൊള്ളാം, പിശാച് പോലും അങ്ങനെ വിശ്വസിക്കുകയും ഞെട്ടുകയും ചെയ്യുന്നുവെന്ന്. ഏക ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ കടക്കണമെന്നില്ല, സ്വർഗത്തിൽ പോകണമെന്നില്ല. പിശാച് പോലും വിശ്വസിക്കുന്നു ഏക ദൈവം ഉണ്ടെന്ന്. പക്ഷേ അവൻ ഞെട്ടി മറയ്ക്കുകയാണ്. അവിടുത്തെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നില്ല. ഹിന്ദുക്കളും പറയും ഞങ്ങൾ ഈശ്വര ഈശ്വര എന്ന് വിളിക്കുന്നു. മുസ്ലിങ്ങളും പറയും ഞങ്ങൾ അള്ളാ അള്ളാ എന്ന് വിളിക്കുന്നു. പക്ഷെ കർത്താവ് പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരേവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ തിരുവിഷ്ടം നിറവേറ്റാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. 1993 ജനുവരി മാസം 5-ാം തീയതി പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നുപോയ എന്റെ ഒരു പാപ്പന്റെ മകന്റെ കുടുംബത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലാറുണ്ടായിരുന്നു. അവർ വീണ്ടും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ വെച്ച് ദൈവം എന്നെ വലവീശി പിടിക്കാൻ പല പ്രാവശ്യം നോക്കിയിട്ട് ദൈവത്തിന് കിട്ടാതെ വന്നപ്പോൾ ഞാൻ വഴുതി പോവുകയും അവസാനം ചൂണ്ടയിട്ട് പിടിക്കുന്നത് പോലെ ചൂണ്ടയിട്ട് പിടിച്ചു. പിന്നെ അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിൽ ദൈവം അവിടെ വെച്ച് എന്നെ പിടിച്ചു. അവിടെ വെച്ച് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും അതാണ് ഞാൻ ചുരുക്കമായി ആദ്യം എന്ന് പറയട്ടെ. ഞാൻ ചില ചോദ്യങ്ങൾ, ചില സംശയങ്ങൾ
ഈ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, കത്തോലിക്ക സഭയിലെ ഒരു സന്യാസ പുരോഹിതനായിരുന്ന ഒരു വ്യക്തി എങ്ങനെ ഇറങ്ങി വന്ന സ്ഥിതിക്ക് ആളുകളുടെ മനസ്സിലുണ്ടാകാവുന്ന ആ സങ്കല്പങ്ങള് അതിന്റെ വേഗം അതിലേക്ക് ഞാൻ പാരമ്പര്യമാണ്, വളരെ കർക്കശമായ പാരമ്പര്യമുള്ള ഒരു കത്തോലിക്ക പാരമ്പര്യമുള്ള വലിയൊരു കുടുംബത്തില് തിരുവനന്തപുരത്ത് പുല്ലുവിളിക്കുന്ന സ്ഥലത്ത് ഞാൻ ജനിച്ചു വളർന്നിട്ടുണ്ട്. വൈദിക കന്യാസ്ത്രീകളുമുള്ള ഒരു കുടുംബത്തിന് മാതാവിന്റെ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കുരിശുവഴിയും പള്ളിയും പണി കഴിപ്പിച്ച കുടുംബത്തിന് അംഗമായിട്ട് ജനിച്ചു. 10ാമത്തെ വയസ്സില് സന്യാസ വൈദികനാകുന്നതിന് വേണ്ടി എന്നെ തന്നെ എന്റെ ക്ലാസ് സ്കൂളിൽ എഴുന്നേറ്റ് സമർപ്പിച്ചു. 13ാമത്തെ വയസ്സിൽ സന്യാസ ഒരു വൈദികനാകുന്നതിന് വേണ്ടി ഇന്റർവ്യൂ വരെ പോയതാണ്. എന്നാൽ 18ാമത്തെ വയസ്സിലാണ് പ്രതികൂലങ്ങൾ വളരെയധികം സഹിച്ചുകൊണ്ട് എന്റെ കുടുംബത്തിൽ നിന്നും ഞാൻ എന്റെ വൈദികനാകാൻ പോകാൻ അവർക്ക് സമ്മതമല്ലായിരുന്നു. അപ്പോൾ പോകാൻ അങ്ങനെയുള്ള സാമ്പത്തിക ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തില് കുടുംബത്തെ സഹായിച്ചതിന് ശേഷം പിന്നീട് വൈദികനാകാൻ ആഗ്രഹമാണെങ്കിൽ പോകുവാൻ പറഞ്ഞിരിക്കുമ്പോൾ എന്റെ ആദ്യത്തെ മാസത്തെ ശമ്പളവും വാങ്ങി വേളാങ്കണ്ണിയിൽ പോകാമെന്ന എന്റെ അമ്മച്ചി നേർച്ച നടന്നിരിക്കുന്ന അവസരത്തിലാണ് ആ പ്രതികൂലങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഞാൻ ഒരു വൈദികനാകാനായിട്ട് പോയത്. 10 വർഷത്തെ പൗരോഹിത്യ പഠനത്തിന് ശേഷം ബാച്ചലർ ഓഫ് ഡിഗ്നിറ്റി BD ഡിഗ്രി എടുത്ത ഞാനൊരു വൈദികനായി പട്ടമേറ്റു. വൈദികനായി ഞാൻ എന്നെ കോട്ടയത്തുള്ള ഗുഡ്ഷപ്പേഡ് ആശ്രമത്തിലാണ് ആദ്യമായിട്ട് നിയമിച്ചത്. എന്റെ അവിടെയുള്ള ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ഒരു പെൺകുട്ടി പെന്തക്കോസ് കൂട്ടായ്മയിലേക്ക് പോയെന്ന് പറഞ്ഞ് അവളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി മലയാള മനോരമയുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും സഹായം ഞാൻ തേടിപ്പോയ വ്യക്തിയാണ്. എന്റെ ഒരു ഉപ്പാപ്പന്റെ മകള് അത് പെന്തക്കോസ്തുകാരുടെ ഭവനത്തില് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ആ കൂട്ടി അവരുടെ ഒരു പെന്തക്കോസ്തുകാരുടെ ഭവനത്തില് പ്രാർത്ഥിക്കാൻ പോകുന്നുവെന്ന് കേട്ട ഞാൻ, അത് അന്തിക്രിസ്തുവിന്റെ സഭയാണ് പെന്തക്കോസ്തു സഭ, അവരുടെ കൂട്ടത്തിൽ പോകരുത്, അവരെ വീടുകളിൽ കയറ്റരുത്, അവര് അമ്മയില്ലാത്ത ഉടനാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. വൈദികരായ ഞങ്ങളുടെ മുഖത്ത് കുടുംബത്തിലുള്ള ഞങ്ങളുടെ മുഖത്ത് കരുവാരി തേക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ മാതാവില്ലാത്തവരുടെ കൂട്ടത്തിലേക്ക് ഇനി പോയി പ്രവർത്തിക്കാനൊന്നും പോകരുത്. യഥാർത്ഥ കത്തോലിക്ക പാരമ്പര്യമുള്ള ഒരു മുൻകുട്ടിയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പെന്തക്കോസ്തുകാരുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയില്ല എന്ന് ഞാൻ വിചാരിച്ച വ്യക്തിയാണ്. പെന്തക്കോസ്തുകാരുടെ അനുഭവം ഉണ്ടായിരുന്ന വ്യക്തിയല്ല. 10 വർഷം അവരെ ഞാൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ അവരുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. പെന്തക്കോസ്തുകാരോട് യാതൊരു അനുഭവവും ഞാൻ കാണിച്ചു. ഞാൻ പുരോഹിതനായി ഞാൻ എന്നെ പിന്നെയും പഠിക്കുവാനായാണ് എന്റെ ആശ്രമശ്രേഷ്ഠന്മാരെ അയച്ചത്. സന്യാസ സമൂഹത്തില് അവിടുത്തെ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് ബോധ്യമല്ലാത്ത ആരെയും ഹയർ സ്റ്റഡീസിന് അയക്കില്ല. അത് അയച്ചാൽ തന്നെ ഫിലോസഫിയോ തിയോളജിയോ പഠിക്കുന്നതിന് വേണ്ടിയാണ് അയക്കുന്നത്. വേൾഡുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ സന്യാസ ഭാഷയില് ലൗകികമായ ലോകപരമായ വിഷയങ്ങൾ പഠിക്കുവാനായിട്ട് അയക്കുകയില്ല. അങ്ങനെ ആരെങ്കിലും അയക്കണമെങ്കിൽ സന്യാസ സമൂഹത്തിൽ തന്നെ ഏറ്റവും മാതൃകയായിട്ടുള്ള തെളിയിച്ച ഒരു വ്യക്തിയെ അയക്കുകയുള്ളൂ. എന്നെ ആദ്യമായിട്ട് പഠിക്കാൻ അയച്ചതാണ് മനഃശാസ്ത്രം പഠിക്കുവാൻ, കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദമെടുത്തു. അതിനുശേഷം 6 മാധ്യമങ്ങളില് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ, സിനിമ, റേഡിയോ, ടെലിവിഷൻ, ഇങ്ങനെ 6 മാധ്യമങ്ങളിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. അതിനുശേഷം ജേർണലിസത്തിൽ മാസ്റ്റേഴ്സ് ബിരുദവും നേടുകയുണ്ടായി. അതുകൊണ്ട് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട്, ലോകപരിജ്ഞാനമില്ലാത്തത് കൊണ്ട്, ലോകത്തിന്റെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് പെന്തക്കോസ്തിലേക്കൊന്നും പഴുതിപ്പോയതല്ല. ഒന്നും അറിയാതെ ആശ്രമത്തിൽ മാത്രം കഴിഞ്ഞ ഒരാള് പെന്തക്കോസ്തുകാരെ എങ്ങനെ മയക്കി പിടിച്ചുകൊണ്ടുപോയതെന്നല്ല. പെന്തക്കോസ്തുകാരെ എനിക്കറിയില്ല, ഒരു പെന്തക്കോസ്തുകാരെ എനിക്കറിയില്ല. എന്റെ കസിന്റെ കുടുംബത്തെ ഞാൻ അവർ പെന്തക്കോസ്തിലേക്ക് പോയി നടന്നിട്ട് അവർ തിരിച്ച കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ളൂ. അങ്ങനെ ഇങ്ങനെയുള്ള പഠനങ്ങളെ തുടർന്ന് ഇത്രയും പഠനമുണ്ടായ എന്നെന്ന് അറിഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസി എന്റെ ആശ്രമ ശ്രേഷ്ഠന്മാരുടെ അനുവാദത്തോടു കൂടി എന്നെ ഡൽഹിയില്, അവരുടെ ആസ്ഥാനം ഡൽഹിയിലാണ്, സൗത്ത് ഏഷ്യൻ റിലീജിയസ് ന്യൂസ് ഏജൻസി സാർ ന്യൂസ്, റോമിലെ വറ്റിക്കൻ റേഡിയോയ്ക്കും ഫിലിപ്പീൻസിലെ റേഡിയോ വെരിറ്റാസിനും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ കത്തോലിക്ക പത്രമാസികൾക്ക് വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന ഈ വാർത്താ ഏജൻസി എന്നെ അവരുടെ സഹായത്തിനായിട്ട് വിളിച്ചു. ഡൽഹിയിലുള്ള ഞങ്ങളുടെ ആശ്രമത്തിൽ അംഗമായിട്ട് താമസിക്കുകയും പള്ളികളിലും ഗവൺമെന്റുകളിലും ഒക്കെ പോയി കുർബാന തരികയും വൈദിക ഭരണത്തിൽ ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് ഏജൻസിക്ക് വേണ്ടി സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ജോൺ പോൾ 2 മാർപ്പാപ്പ, ഇന്നത്തെ പോപ്പ,
ഇന്ത്യ സന്ദർശിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യയിൽ വന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ 2 ദിവസത്തെ പരിപാടി ഡൽഹിയിലായിരുന്നു. അത് വാറ്റിക്കൻ റേഡിയോ റണ്ണിംഗ് കമന്ററി ആയിട്ട് മലയാളത്തിലും ഹിന്ദിയിലും റണ്ണിംഗ് കമന്ററി ആയിട്ട് സൈമൾട്ടേനിയസ്ലി പ്രക്ഷേപണം ചെയ്യുവാൻ ആഗ്രഹിച്ചു. അതിന്റെ മലയാളം റണ്ണിംഗ് കമന്ററി നടത്തുവാനായിട്ട് അവർ തിരഞ്ഞെടുത്തത് തന്നെയാണ്. അതിനുശേഷം ആ വർഷം തന്നെ നവംബറിലെ മാർപ്പാപ്പ ബംഗ്ലാദേശ് സന്ദർശിച്ചപ്പോഴും ബംഗ്ലാദേശിലേക്ക് കടന്നു ചെന്ന ലോകത്തിലുള്ള എല്ലാ വാർത്താ ഏജൻസികൾക്കും വേണ്ടി ആ പ്രോഗ്രാംസ് മുഴുവൻ ഞാൻ കവർ ചെയ്യുകയുണ്ടായി. 2 വർഷം അങ്ങനെ കഴിഞ്ഞ് ആ ന്യൂസ് ഏജൻസിക്ക് വേണ്ടി സെർവ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാരുടെയും സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെടുന്ന CBCI സെന്റർ, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിൽ നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെയും രാഷ്ട്രപതി ഭവന്റെയും ഒക്കെ തൊട്ടടുത്ത ഗോഡാഖാന എന്ന സ്ഥലത്ത് ആ CBCI സെന്ററിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിയമിച്ചു. 2 വർഷം അങ്ങനെ ശുശ്രൂഷയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക പത്രങ്ങളുടെയും പത്രാധിപന്മാരുടെയും ജേർണലിസ്റ്റിന്റെയും ബുക്ക് പബ്ലിഷേഴ്സിന്റെയുമായ ഒരു സംഘടനയുണ്ട്, ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ. അതിന്റെ നാഷണൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ ഇരിക്കെ സാർ ന്യൂസ് എന്ന ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായിട്ട് എന്നെ ഡൽഹിയിൽ നിയമിച്ചു. അതുപോലെ തന്നെ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ എഡിറ്റേഴ്സിന് എഴുതി കൊടുക്കുവാനുള്ള ഒരു സംഘടനയുണ്ട്. ജേർണലിസത്തിൽ ട്രെയിനിങ് കൊടുക്കാൻ, റിസർച്ച് നടത്തുവാൻ ഡോക്യുമെന്റേഷൻ സെന്റർ കൺസൾട്ടൻസി ഇൻ പ്രിന്റ് മീഡിയ, അങ്ങനെ ഒരു വലിയ സ്ഥാപനം. അതിന്റെ ഡയറക്ടറായിട്ടും ഞാൻ നിയമിതനായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ 1992 ഞാൻ അമേരിക്കയിൽ വന്നു. ഞാൻ ബ്രസീലിൽ പോയി. ഞാൻ ലോകം മുഴുവൻ ഒന്നല്ല പല പ്രാവശ്യം ഞാൻ ചുറ്റി സഞ്ചരിച്ചു. ജർമ്മനിയിൽ വെച്ച എന്നെ ഇന്റർനാഷണൽ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ കൗൺസിൽ മെമ്പറായിട്ട് തിരഞ്ഞെടുത്തു. അവരുടെ കൗൺസിൽ മീറ്റിംഗിന് വേണ്ടി അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലാണ്, അവരുടെ ജനീവയിൽ. അവരുടെ കൗൺസിൽ മീറ്റിംഗിന് വേണ്ടി വർഷത്തിൽ തന്നെ 1 പ്രാവശ്യം ജനീവയിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില്ല അങ്ങനെ കടന്നു പോകേണ്ടതായിട്ടുണ്ടാവും. ഞാൻ അമേരിക്കയിൽ തന്നെ കടന്നു വന്നത് വാഷിംഗ്ടൺ DC ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CNS എന്ന മറ്റൊരു ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസിയുടെ ഡയറക്ടർ, ഒരു കൺസൾട്ടന്റ് ആയിട്ട് എന്നെ ക്ഷണിച്ചു വന്നതാണ്. അതുപോലെ തന്നെ അമേരിക്കയിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാരുടെയും കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ എന്നെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് ക്ഷണിച്ചിട്ട് ഞാൻ അമേരിക്കയിൽ വന്നതാണ്. അങ്ങനെ ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയും സൗത്ത് അമേരിക്കയിലെ ബ്രസീലിൽ വെച്ച ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ കാത്തലിക് ന്യൂസ് ഏജൻസീസിന്റെ ഗവേണിംഗ് ബോഡി മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ജർമ്മനിയിൽ വെച്ച ഇന്റർനാഷണൽ കാത്തലിക് സൗത്ത് ഏഷ്യൻ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ സ്ഥാനമാനങ്ങൾ കൊതിച്ചിട്ട് കത്തോലിക്ക സഭ ഇറങ്ങി വന്ന വ്യക്തിയായി. ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അസാധാരണമായ ഒരു കാര്യം ഞങ്ങളുടെ ആശ്രമത്തിൽ സംഭവിച്ചു. ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ ആരെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും നിലയിൽ ഉയർന്നു വന്നാൽ അവരെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയില്ല. അങ്ങനെ ചെയ്താൽ ആ വ്യക്തി നിഗളിച്ചു പോകും, അഹങ്കരിച്ചു പോകും എന്ന് കണ്ടിട്ട് എളിമ അഭ്യസിക്കുന്നതിന്റെ ഭാഗമായി അവരെ ഒന്നും അനുമോദിക്കാറില്ല. എന്നാൽ ദൈവത്തിന് എന്നെ കൊണ്ടൊരു പദ്ധതി ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തൂ എന്ന് പറയുന്നത് പോലെ എന്റെ ആശ്രമ ശ്രേഷ്ഠന്മാരെ കൊണ്ട് എന്റെ ഈ ഔദ്യോഗിക പദവികൾ ഒന്നൊന്നായിട്ട് എഴുതി ഞങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു മാസികയില്, ഫ്ലോസ് കർമേലി എന്ന മാസികയില് എഴുതി പബ്ലിഷ് ചെയ്ത ഒരു പേജ് മുഴുവൻ എഴുതി പബ്ലിഷ് ചെയ്ത ആ മാസിക പുറത്തിറങ്ങുന്നതിന് മുമ്പ് ദൈവം എന്നെ പുറത്തേക്ക് ഇറക്കി. അവരുടെ മുടക്കി അയച്ച ഒരു വൈദികനല്ല, അവര് എന്നെ അനുമോദിച്ച് അഭിനന്ദിച്ച ആ മാസിക പുറത്തിറക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ കരങ്ങളിലെടുത്ത് കഴിഞ്ഞിരുന്നു. വിദ്യാഭ്യാസത്തിന് കുറവില്ല, സ്ഥാനമാനങ്ങൾ മോദിച്ചിട്ടല്ല, പാരമ്പര്യമില്ലാത്തത് കൊണ്ട് എന്നെ വീട്ടിൽ നിന്ന് നേർച്ച നേർന്ന അല്ലെങ്കിൽ നിർബന്ധിച്ച എന്നെ സന്യാസ ഭവനത്തിലേക്ക് അയച്ചതുകൊണ്ടുമല്ല. ഇനി പുരോഹിതനാകുവാനായിട്ട് അമേരിക്കയിലേക്ക് ഒരു വിസയ്ക്ക് വേണ്ടിയാണോ? അല്ല, ഞാൻ ഇന്ന് വന്നതും അന്നുള്ള വിസയുമായിട്ടാണ്. എനിക്ക് അമേരിക്കയിലേക്ക് കടന്നു പോകാൻ എനിക്ക് അമേരിക്കയിലേക്കുള്ള 5 years മൾട്ടിപ്പിൾ എൻട്രി വിസ എനിക്ക് 92 തന്നെ തന്നത്. ഞാൻ വൈദികനായിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്നത് ആ വിസയുമായിട്ട്. ഇന്ന് ഞാൻ വന്നതും ആ വിസയുമായിട്ട്. എനിക്ക് അതുപോലെ ഇംഗ്ലണ്ടിലേക്ക് കടന്നു പോകുവാൻ എനിക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസ ഉണ്ടായിരുന്നു. വർഷങ്ങൾ ഇന്ത്യയിലേക്ക് പോകുവാനായിട്ട് 4 വർഷം അങ്ങനെ ഞാൻ അവിടെ കടന്നു പോയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ വിസയ്ക്ക് വേണ്ടി വന്നതല്ല, പിന്നെ വിവാഹം കഴിക്കാൻ ഇറങ്ങിയതാണോ? അല്ല, ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് 45 വയസ്സുണ്ട്.
45 വയസ്സുള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കാൻ ദാഹിച്ചു നിന്നതാണെങ്കിൽ ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നപ്പോൾ പലരും പല ആലോചനകളും എനിക്ക് കൊണ്ടുവന്നു. ഒറ്റയ്ക്ക് നിൽക്കുന്നത് നന്നല്ല, ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ കുടുംബമായിട്ട് ശുശ്രൂഷിക്കുന്നതാണ് കൂടുതൽ ആദരണീയമായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവദാസന്മാർ പല ആലോചനകളും എനിക്ക് വേണ്ടി കൊണ്ടുവന്നു. അമേരിക്കയിൽ നിന്ന് പോലും എനിക്ക് ആലോചന കൊണ്ടുവന്നു. എന്നാൽ ദൈവഹിതമല്ലാതായിരുന്നു. എന്നാൽ ദൈവാലോചന എനിക്ക് ദൈവം വ്യക്തമായിട്ട് ദൈവാലോചന തന്നു. ഞാൻ ഏകനായിട്ട് നിൽക്കുന്നതാണല്ല എന്ന് ദൈവം എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുള്ള കുട്ടിയെക്കുറിച്ച്, പെൺകുട്ടിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ദൈവം എനിക്ക് തന്നു. പക്ഷേ അത് പറഞ്ഞ ദൈവം പറഞ്ഞതുപോലെ പറയുന്ന സമയത്ത് അതിനുവേണ്ടി കാത്തിരുന്നു. അങ്ങനെ വെറും 9 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായപ്പോഴാണ് ഞാൻ വിവാഹിതനായത്. അതും ദൈവാലോചന പ്രകാരം വ്യക്തമായിട്ട് ദൈവം തന്ന ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ദൈവം ആലോചന തന്നു. അതുപോലെ ആളെ കൊണ്ട് മുമ്പിൽ കാണിച്ചു നടത്തി തന്നു. ആ രീതിയിലാണ് ആ വിവാഹം നടക്കുന്നത്. അവിടെ വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചതുകൊണ്ട് ആഗ്രഹിച്ചിറങ്ങി പുറപ്പെട്ടുമല്ല. പിന്നെ എന്തുകൊണ്ട് ഇതൊന്നും അല്ലെങ്കിൽ മുടക്കി ജയിച്ചതല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതല്ല, പൗരോഹിത്യത്തില് ദൈവവിളി കിട്ടാതെ പോയിട്ട് ഇറങ്ങിയതല്ല, പാരമ്പര്യമില്ലാതെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് ഞാനി നിന്നുകൊണ്ട് വന്നതല്ല. ഇതൊന്നും അല്ല എങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചു? 1990 മുതൽ ഞാൻ പറഞ്ഞത് എന്റെ കസിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെ കടന്നു ചെന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ വ്യത്യാസം ഞാൻ കണ്ടു. പലപ്പോഴും ഞാൻ അവരെ മുമ്പ് കണ്ടുകൊണ്ടിരുന്നെങ്കിലും ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഞാൻ അവരെ കാണുന്നില്ലായിരുന്നു. അവർ ആ സഹോദരി ആദ്യം പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയത്, അതിനുശേഷം എന്റെ കസിനും പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നുപോയി നോക്കി ഞാൻ കേട്ടു. അവരുടെ വീട്ടിലേക്ക് ചെന്ന് കടന്നു ചെന്നപ്പോൾ അവർ കത്തോലിക്കരായിട്ട് ജീവിച്ചതുപോലെ അല്ല പിന്നീട് ജീവിക്കുന്നതായി ഞാൻ കണ്ടത്. അവരുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം കണ്ടു. അവരുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ എല്ലാത്തിലും ഘടകവിരുദ്ധമായ രാത്രിയും പകലും പോലത്തെ ഒരു വ്യത്യാസം എനിക്ക് കാണുവാൻ സാധിച്ചു. പ്രാർത്ഥിക്കുന്ന കാര്യത്തില്, ദൈവവചനം വായിക്കുന്ന കാര്യത്തില്, ധ്യാനിക്കുന്ന കാര്യത്തില്, ദൈവവചനം സംസാരിക്കുന്ന കാര്യത്തില്, ബാക്കി എല്ലാ കാര്യങ്ങളിലും അതുപോലൊരു വ്യത്യാസം ഞാൻ കണ്ടു. ഒരു ദിവസം തന്നെ എന്നാൽ എങ്കിലും ഇങ്ങനെയൊക്കെ കണ്ടുവപ്പോൾ എനിക്ക് തോന്നി നല്ല വർഷത്തിനുള്ളിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും. എങ്കിലും ഞാൻ അവരോട് തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഒന്നിനും ഞാൻ വിട്ടുകൊടുത്തില്ല. പിന്നെ ഈ മനസ്സുകൊണ്ട് എങ്ങനെ ചിന്ത വന്നുവെങ്കിലും അവരോട് ഞാൻ തർക്കിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഇവിടെ ആരാധന എങ്ങനെയുണ്ടാകും എന്നറിയുവാനായിട്ടൊന്ന് പോയി. അവരുടെ ആരാധന ആദ്യം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തൊരു ബഹളമാണ് അവിടെ, കയ്യടി പാട്ടും അതിന്റെ കൂടെ ഡ്രമച്ചുണ്ടാടി. അത് മാത്രമല്ല അവരോടായിട്ട് ചില സ്പ്രിംഗ് പേരിൽ തുള്ളുന്നതും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഹിസ്റ്റീരിയ ബാധിച്ചവരുടെ കൂട്ടമാണ്. 28 വർഷക്കാലം സന്യാസ സമൂഹത്തിൽ നിശബ്ദതയിൽ ദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിച്ച എനിക്ക് ഇവിടെ വന്ന് ഈ ബഹളമെല്ലാം കേട്ടപ്പോൾ അരോചകമായിട്ട് തോന്നി. എന്നാൽ ആ പ്രാർത്ഥനയുടെ അവസാനം, ആരാധനയുടെ അവസാനം ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി ഞാൻ ഏറ്റുപറയേണ്ടതായിട്ടൊന്ന്, ദൈവമേ, യഥാർത്ഥത്തിലുള്ള ആരാധന ഇതാണ്, സത്യത്തിലെ ആത്മാവിലുള്ള ആരാധന ഇതാണ്, ജീവിക്കുന്ന ദൈവം ജീവിക്കുന്ന ആരാധന വെളിപ്പെട്ടു വന്നുവെന്ന് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റുപറയേണ്ടതായിരുന്നു. കാരണം 18 വർഷക്കാലം കത്തോലിക്ക പുരോഹിതനായി കുർബാന കഴിഞ്ഞ് എനിക്കറിയാം. അവിടെ കഷ്ടിച്ച് 1 മണിക്കൂർ നേരമുള്ള കുർബാന കഴിഞ്ഞിട്ട് ആളുകൾ ബോറടിച്ചിറങ്ങി പോകുന്ന കാഴ്ച. എന്നാൽ ഇവിടെ 1 അല്ല 2 അല്ല 3 അല്ല അതിൽ കൂടുതൽ മണിക്കൂറുകൾ ഗാനങ്ങൾ, സങ്കീർത്തനങ്ങൾ, പ്രബോധനവും സാക്ഷ്യവും. എനിക്ക് ആ ദിവസം എനിക്ക് വേണ്ടി എന്ന് അവിടെ നിലത്ത് ദൈവം ഇവിടുന്ന് 2 ഗസ്റ്റിനെ കൊണ്ടുവന്നു, ഒരു ഭാര്യ ഭർത്താവ്. അവരവരുടെ ജീവിതത്തിൽ അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ കാതുകളെ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഈ ആരാധന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പോയി ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞൊക്കെ വാസ്തവമാണോ എന്ന്. അവരെന്റെ തെളിവുകൾ വരെ കാണിച്ചിട്ട് ആ വാസ്തവമാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഈ ആരാധനയിലുള്ള ഈ വിടുതലിന്റെ അനുഭവം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ആരാധിച്ച ജനങ്ങള് വിടുതൽ പ്രാപിച്ചു പോയതാണ് ഞാൻ കണ്ടത്. വന്നതുപോലെയല്ല, ക്ഷീണിച്ചിട്ടല്ല. ക്ഷീണിച്ച് തളർന്നാണ് അവർ വന്നതെങ്കിൽ ആരാധിച്ച് വിടുതൽ പ്രാപിച്ച് ഉന്മേഷം പ്രാപിച്ച് ജീവൻ പ്രാപിച്ച് കടന്നു പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ഞാൻ ദൈവത്തോടെ ഏറ്റുപറഞ്ഞു, യഥാർത്ഥത്തിലുള്ള ആരാധന, സത്യത്തിലും ആത്മാവിലുള്ള ആരാധന ഇതാണെന്ന് ദൈവത്തിന് മുമ്പിൽ പറയേണ്ടി വന്നു. എങ്കിലും വീട്ടിൽ പോയിട്ട് എന്റെ കസിനുമായിട്ട് പിന്നെ ഞാൻ തർക്കിച്ചുകൊണ്ടിരുന്നു. കാരണം ഞാൻ after all I am a priest. Was a religious priest. I cannot eat. I should not eat. അതുകൊണ്ട് ഞാൻ
പിന്നെയും തർക്കിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ തർക്കിച്ചിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ, അത്ഭുതകരമായ ചില അനുഭവങ്ങൾ അവരിനോട് പറയാത്തത്. അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടുകൊണ്ട് ചോദിച്ചു, നീ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നിന്റെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ നിനക്ക് ഞാൻ നൽകിയില്ലേ? അതുകൊണ്ട് എന്റെ വചനവും എടുത്ത് സത്യം വെളിപ്പെട്ട് കിട്ടിയ സ്ഥിതിക്ക് എന്റെ വചനവും എടുത്തുകൊണ്ട് എന്റെ സാക്ഷിയെ തെരുവിലേക്ക് ഇറങ്ങും. ഞാനൊരു വൈദികരായിരിക്കുമ്പോൾ തന്നെ പല ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുമായിരുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കാരണം, ഞാൻ ആദ്യം ദൈവത്തിന്റെ ഹിതമറിയാൻ ആരാഞ്ഞുകൊണ്ടിരുന്നത് തന്നെ. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ, കർത്താവ്, എനിക്ക് നിന്റെ ഹിതം മാത്രം ചെയ്താൽ മതി. നിന്റെ ഹിതം എനിക്ക് അറിയണം. നീ എങ്ങോട്ട് അയച്ചാലും അങ്ങോട്ട് പോകുവാൻ തയ്യാറാണ്. നീ എന്നോട് എന്ത് ചെയ്യുവാൻ ആവശ്യപ്പെട്ടാലും ഞാൻ എന്താ ചെയ്തു കൊള്ളാമെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവ്, ആദ്യ നൂറ്റാണ്ടില് നിന്റെ അപ്പോസ്തലന്മാരെ പത്രോസിനെയും പൗലോസിനെയും ഫിലിപ്പോസിനെയും ഒക്കെ നിന്റെ ആത്മാവ് കൈക്ക് പിടിച്ച് കൊണ്ടു നടക്കുന്നത് പോലെ കൊണ്ടു നടന്നതായി വേദപുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നു. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് നീ അങ്ങനെ കൊണ്ട് നടക്കുന്നില്ല, കൈക്ക് പിടിച്ച് വഴി നടത്തുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. കാരണം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയില്ലേ, അതിനുവേണ്ടി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ലേ, എന്നോട് ദൈവം അങ്ങനെ വഴി നടത്തുന്നില്ല. അവർ ഞാൻ കർത്താവിനോട് പറഞ്ഞാണ്, കർത്താവേ, ആദ്യ നൂറ്റാണ്ടില് അത്ഭുതങ്ങളിലൂടെ മലയാളങ്ങളിലൂടെ നിന്റെ വചനം നീ ഉറപ്പിച്ചായി ഞങ്ങൾ കാണുന്നു. എന്നാൽ ഇപ്പോഴെന്തുകൊണ്ട് അതൊന്നും നടക്കുന്നില്ല? അതുവരെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ ചെയ്തതും അതിലധികവും അത്ഭുതങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാനാകുമെന്ന് നീ പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യുവാനാകുന്നില്ല? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഞാൻ കർത്താവോട് ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ എന്റെ കസിന്റെ കുടുംബത്തിന് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവരുടെ ജീവിതത്തിലെ വിടുതലിന്റെ അനുഭവമായിട്ട് അവരോട് പങ്കുവച്ചപ്പോൾ അതിനുള്ള ഉത്തരമായിരുന്നു. ഈ സഹോദരി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു രാത്രി അത്ഭുതകരമായ രീതിയിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടു. അത് ബന്ധക്കോസ്തുകാരുമായിട്ടൊരു ബന്ധവുമില്ല, ബന്ധക്കോസ്തുകാരെ അറിയില്ല, ഒന്നും അറിയില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. അതുപോലെ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയ കുട്ടി ഒരു ബന്ധക്കോസ്തുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ആഭരണങ്ങളൊക്കെ അടിച്ചു മാറ്റി അങ്ങനെ ഈ സിനിമയ്ക്ക് പോകാൻ ഭയങ്കര കൊതിയായിരുന്ന കുട്ടി സിനിമയ്ക്കൊക്കെ പോകാതെയായി, തലയിൽ പൂ വയ്ക്കുന്ന കുട്ടി പൂ വയ്ക്കാതെയായി, പൊട്ടു തൊടുന്ന കുട്ടി പൊട്ടു തൊടാതെയായി. ഇതൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ കണ്ടപ്പോൾ വീട്ടുകാരെ അവളെ നിർബന്ധിച്ച, ഇതൊക്കെ പിന്നെയും തിരിച്ചണിയിപ്പിച്ച അവൾ സിനിമയ്ക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകുമായിരുന്നു. സിനിമ തിയേറ്ററിൽ ചെന്നിരുന്ന് കണ്ണടച്ചിരിക്കും, ഇവിടെ സ്ക്രീനിലേക്ക് നോക്കിയില്ല. എന്നാൽ അവൾ കുഞ്ഞുനാളില് സിനിമയ്ക്ക് പോകാൻ ആഗ്രഹിച്ച കാലഘട്ടത്തില് അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, ഞാൻ വിവാഹം കഴിക്കുന്ന കാലത്താണ് ഒരു സിനിമ കൊതിയനെയായിരിക്കണം എന്നെ കൊണ്ട് കെട്ടിപ്പിക്കുന്നത്. അതിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് കൊണ്ടുപോകുമെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ഇപ്പോൾ അവൾക്ക് സിനിമയ്ക്ക് പോകണമെന്നൊന്നുമില്ല. അവൾക്ക് സ്നാനപ്പെടണമെന്നുള്ള ബന്ധം. പക്ഷെ വീട്ടുകാര് നിർബന്ധിച്ച് അവളെ പിടിച്ചു നിർത്തിയപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, കർത്താവ്, എന്റെ ഭവനത്തിൽ വെച്ചായിരിക്കും ഞാൻ അവരുടെ സത്യത്തിലേക്ക് കണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്ന കാലത്ത് അവിടെ വെച്ച് ഞാൻ വന്ന് സ്നാനപ്പെട്ടുകൊള്ളാം. പാവപ്പെട്ടു അവിടെ അറിയുന്നു. അവിടെ ഞാൻ വിവാഹം കഴിഞ്ഞ എല്ലാം ഫ്രീ ആയി സ്വതന്ത്രയായിരുന്നു. ഓരോരുത്തർ വിവാഹം കഴിഞ്ഞ വർത്താനം വിട്ട് ചെല്ലുമ്പോൾ അവിടെ എന്താ പൂരവും പടയെ പേടിച്ച് പന്തളം തീർന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറയുന്നത് പോലെ തന്റെ വീടിനേക്കാൾ കർക്കശമുള്ള പാരമ്പര്യമുള്ള കുടുംബത്തിലേക്കാണ് വിവാഹം കഴിഞ്ഞു വന്നത്. അപ്പോഴാണ് സഹോദരി ഞാൻ പോയി വഴക്ക് പറഞ്ഞത്, ഇത് അറിഞ്ഞിട്ടാണ്. അപ്പോൾ ആ സഹോദരി ഞാൻ പോയി കഴിഞ്ഞപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദേവി, എന്റെ ഭർത്താവിന്റെ ഭവനത്തിൽ വെച്ച് പോലും ഞാൻ അറിഞ്ഞ സത്യത്തിലേക്ക് കടന്നു വരാൻ ഒരിക്കലും വരെ സമ്മതിക്കില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ എനിക്ക് ഒരു അസുഖം തരണം. ഒരു ഡോക്ടർമാർ ചികിത്സിച്ചാലും അത് ഭേദമാകുന്നു. ദൈവമക്കളെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഇത് വിടുതൽ തരാവൂ. അങ്ങനെ ഒരു അത്ഭുതമാണെന്ന് ബോധ്യമായി ഇവിടെ എന്നെ സ്നാനപ്പെടുവാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുപോലെ എന്നെ സംഭവിച്ചു. എങ്കിലും സ്നാനപ്പെടുവാൻ സംഭവിച്ചില്ല. പക്ഷേ ദൈവാത്മാവിന്റെ ശക്തമായ പ്രേരണമുണ്ട്. ആ കുട്ടി രഹസ്യമായിട്ട് സ്നാനപ്പെട്ടു. ഈ അത്ഭുതം എന്താണെന്നൊക്കെ ഒരിക്കലും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നത്. അതുപോലെ തന്നെ പിന്നീട് വിശ്വാസത്തിൽ വന്ന ഈ കുട്ടി തന്റെ ഭർത്താവ് ഗൾഫിൽ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, കടപ്പാരമൊക്കെ ആയിട്ട് അങ്ങനെ ഗൾഫിൽ പോകാൻ വിസ കിട്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊടുത്തു, കർത്താവേ, എന്റെ ഭർത്താവിന് വിശ്വാസം തരണമെന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഈ കുട്ടിക്ക് ദൈവാത്മാവ് ആലോചന പറഞ്ഞു, നീ ഇതിന്റെ ഭർത്താവ് ഗൾഫിൽ പോകുകയാണെങ്കിൽ ഒരിക്കലും വിശ്വാസത്തിൽ വരികയില്ല. അത് കേട്ടപ്പോൾ സൗകര്യം നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ആ വിസ ക്യാൻസലായി പോകട്ടെ, എനിക്ക് എന്റെ ഭർത്താവിന് വിശ്വാസത്തിൽ തന്നാൽ മതിയെന്ന്. അത് ദൈവാത്മാവ് അതുപോലെ ആർക്കും കടക്കാരനല്ലല്ലോ. വിസ ക്യാൻസലായി. ദൈവമായി സഹോദരിയോട് ഇടപെട്ടോട് പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ എറണാകുളത്ത് ജോലി കൊടുക്കും,
എറണാകുളം പട്ടണത്തിൽ കുടുംബമായിട്ട് നിങ്ങൾ ഞാൻ താമസമാക്കും, എറണാകുളത്ത് നിങ്ങളെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ അതും സംഭവിച്ചു. ദൈവം ഓരോന്ന് ആലോചന പറഞ്ഞ ഡേറ്റ് വരെ പറഞ്ഞു കൊടുത്തു. ഇന്ന ഡേറ്റിൽ ഇത്രാം തീയതി ഇന്ന ദിവസം വരെ എന്നുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുപോലെ സംഭവിക്കുമായിരുന്നു. പിന്നെ വീണ്ടും അതൊക്കെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നിട്ടും എന്റെ കസിൻ ഈ അനുഭവത്തിലേക്ക് വന്നില്ല. ഇതൊക്കെ ഒരിക്കലും വന്നില്ല. കാരണം ഞങ്ങൾ വൈദികരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, കുടുംബത്തിലുള്ള വൈദികരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന് കുടുംബ പാരമ്പര്യം ഉപേക്ഷിച്ച് പോകാൻ തോന്നിയില്ല. എന്നാൽ പിന്നെ ഈ സഹോദരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജോലി സ്ഥലത്ത് ഒരു വലിയ വിഷയത്തിൽ കുടുക്കി. ദൈവം അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ പിടിപ്പിച്ചു. അങ്ങനെ എന്റെ സഹോദരനും എന്റെ കസിനും ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക്. ഈ അനുഭവങ്ങൾ ഞാൻ സമയമില്ലാത്ത ഇതല്ലെങ്കിൽ ഇത് ഒന്നും പോയിരിക്കാത്തത്. ഈ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വായ്പാവിനോട് ചോദിച്ചത്, നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എന്റെ കുടുംബത്തിൽ തന്നെ നിലയ്ക്ക് ഞാൻ നൽകിയില്ലേ? അതുകൊണ്ട് സത്യം വെളിപ്പെട്ട് കിട്ടിയ സ്ഥിതിക്കാൻ എന്റെ വചനവും കൊടുത്തുകൊണ്ട് എന്റെ സാക്ഷിയായി നീ തെരുവിലേക്ക് ഇറങ്ങും. സത്യം വെളിപ്പെട്ട് കിട്ടിയ സ്ഥിതിക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് കൈക്ക് പിടിച്ച് വഴി നടത്തി കൊണ്ടുപോകുന്നത് പോലെ ദൈവം നടത്തിച്ചു. ഓരോന്നോരോന്നോരോന്നായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ആലോചന പറഞ്ഞ് നടത്തിച്ചു. അതുപോലെ സംഭവിച്ചു. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം, അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അവന്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് ലഭിച്ചു. അവരുടെ കർത്താവ് പറഞ്ഞത്, സത്യം വെളിപ്പെട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനി അല്പം പോലും താമസം എന്റെ വചനം കൊടുത്തുകൊണ്ട് സാക്ഷിയെ തെരുവിലേക്ക് ഇറങ്ങൂ. എനിക്ക് നിന്റെ മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു നിന്ന് ഞാൻ തക്ക സമയമായപ്പോൾ കാലുമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഏപ്രിൽ മാസം സ്വിറ്റ്സർലൻഡിൽ പോകാൻ ഞാൻ ഒരുങ്ങിയിരിക്കുക കൗൺസിൽ മീറ്റിങ്ങിന്. ഇത് ജനുവരിയിൽ സ്വിറ്റ്സർലൻഡിൽ ഏപ്രിൽ മാസം പോകണം. 8 രാജ്യങ്ങൾ സന്ദർശിക്കാൻ. ഹംഗറിയും മറ്റും സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ, പണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു. ഇപ്പോൾ മതസ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ട് എന്റെ ഈ ഔദ്യോഗിക പദവികളൊക്കെ വെച്ചുകൊണ്ട് എന്നെ ആ രാജ്യങ്ങൾ ഔദ്യോഗികമായിട്ട് സന്ദർശിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ്. ഞാൻ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, എല്ലാം അവർ നോക്കിക്കോളും, ഞാനോട് ചെയ്തേച്ചാൽ. അങ്ങനെ പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. മെയ് മാസം ഇങ്ങനെയൊക്കെ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ് എല്ലാം വിട്ടിട്ട്, ഈ സ്ഥാനങ്ങളും പദവികളും എല്ലാം വിട്ടിട്ട് ഇന്ത്യയിൽ പോരും. എനിക്ക് അവിടെ എല്ലാം കമ്പ്യൂട്ടറൈസ് സിസ്റ്റമാണ്. എയർ കണ്ടീഷൻ ഓഫീസർ, എനിക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട്. ഇന്ത്യയിൽ തന്നെ എനിക്ക് എവിടെ പ്ലെയിനിൽ യാത്ര ചെയ്യാം. എല്ലാ എക്സ്പെൻസിന് വേണ്ടിയിട്ട് 2000 രൂപ പോക്കറ്റ് മണിയായിട്ട് മാത്രം എഴുതിയെടുക്കാം. ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് കർത്താവ് പറയുക എല്ലാം വിട്ടിട്ട് ഇറങ്ങണം. അപ്പോഴും ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ സ്വിറ്റ്സർലൻഡ് പോയിക്കോട്ടെ. ഈ 8 രാജ്യങ്ങൾ ഞാൻ സന്ദർശിക്കാത്ത രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളും കൂടെ ഒന്ന് സന്ദർശിച്ചോളട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വരും. കർത്താവ് സമ്മതിച്ചത്. കർത്താവ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതൊക്കെ അനുഭവമില്ലാത്ത സഹോദരൻ എന്നുള്ള വിചാരിക്കും. കർത്താവ് അങ്ങനെ പറഞ്ഞ അനുഭവങ്ങൾ എനിക്ക് ധാരാളമുണ്ട്. അത് വിവരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് പറയുക മാത്രമല്ല, മണിക്കൂറുകൾക്കകം ദിവസങ്ങൾക്കകം അതുപോലെ നടന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞത് ഇത് എനിക്ക് തോന്നിയതാണോ, എന്റെ സങ്കല്പമാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചതുപോലെ അക്ഷരാർത്ഥത്തിന് മണിക്കൂറുകൾക്കകം അത് നടത്തി ശരിയാക്കി നിർവഹിച്ചു വന്നു. അവർ പറഞ്ഞു അതൊന്നും ഞാൻ പറ്റില്ല. ഞാൻ സാക്ഷ്യം പറയും, ശരിക്കും പറയാൻ എനിക്ക് സമയമില്ല, ഞാൻ ഓടിച്ചിങ്ങനെ പോകട്ടെ. അങ്ങനെ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ തീരുമാനം. അപ്പോൾ ഞാൻ പിന്നെ ഒരു ഉള്ള ഞാൻ ഇപ്പോഴും നമ്മുടെ എവിടെയും പലരും ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു, സമ്മതിച്ചു ഞങ്ങൾ പലരും. എന്നാൽ ദൈവം തന്റെ ഹിതം വെളിപ്പെടുത്തി തന്നാൽ ആ സമയമാകുമ്പോൾ നിങ്ങൾ അത് ചെയ്യുമ്പോൾ നോക്കണം. ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയാണ്. എന്നാൽ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് എനിക്ക് സ്വിറ്റ്സർലൻഡിൽ പോകണം, 8 രാജ്യങ്ങൾ സന്ദർശിക്കണം, കഴിഞ്ഞു. അവിടെയും കർത്താവ് സമ്മതിക്കാതെ വന്നപ്പോൾ പിന്നെയും എനിക്ക് ഉൾപ്പെടുന്ന ഞാൻ അതായത് കർത്താവ് മക്കളെ ഞാൻ കെട്ടിച്ചോട്ടെ, എനിക്ക് ജോലി ഒന്ന് സ്ഥിരപ്പെട്ടുകൊള്ളട്ടെ, ഞാൻ വീടൊന്ന് വെച്ചുകൊള്ളട്ടെ, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് സൗകര്യം ആക്കിക്കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ പലരും കർത്താവിനെ ഇത് ചെയ്യാൻ പഠിച്ചു വെക്കുന്നത്. അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്ന് പറയും, എന്റെ ഭർത്താവിനോട് ചോദിക്കട്ടെ, ഭർത്താവിനെ കൂടെ മയക്കി ഒന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് സ്വാധീനിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഈ സത്യത്തിലേക്ക് വരാം, അല്ലെങ്കിൽ ഭാര്യയെ ഒന്ന് പറഞ്ഞ് സ്വാധീനിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ സത്യത്തിൽ വരാം എന്നൊക്കെ പറഞ്ഞല്ലേ പലരും ഇവിടെ നിൽക്കുന്നത്. യെസ്. എന്നാൽ ഞാനും അതുപോലെ തന്നെ പറഞ്ഞു, കർത്താവ് ഞാൻ ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ എനിക്കതെല്ലാം സെറ്റിൽ ചെയ്യാൻ സമയം വേണം.
അല്ലെങ്കിൽ ആളുകൾ പറയും ഞാൻ പണവുമായി മുങ്ങിയെന്നാണ്. അവിടെ കർത്താവ് എനിക്ക് പിന്നെയും സമയം വേണം. ഞാൻ സമയം ചോദിച്ചു, ഞാൻ പഠന ന്യായം പറഞ്ഞ ഒഴികെ പറഞ്ഞ പിന്നെ ഡിലേ ചെയ്യാനായിട്ട് ശ്രമിച്ചു. കർത്താവ് പറഞ്ഞു, നീ തീരുമാനമെടുക്കും, ബാക്കി കാര്യം ഞാൻ ഏറ്റു. തീരുമാനമെടുക്കും. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ തീരുമാനമെടുക്കും. ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ട് കിട്ടിയാൽ തീരുമാനമെടുക്കും, ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. മക്കളുടെ കാര്യം ദൈവം നോക്കണം, ഭർത്താവിന്റെ കാര്യം നോക്കിക്കോളും, ഭാര്യയുടെ കാര്യം ദൈവം നോക്കിക്കോളും, ബാക്കി കുടുംബത്തിന്റെ കാര്യം, ജോലിയുടെ കാര്യം എല്ലാം ദൈവം നോക്കിക്കോളും. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കൂ, അവയൊക്കെയും നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞ ദൈവം. ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് ഓർക്കുക. ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് ഓർക്കുക. ആദ്യം അവന്റെ ഹിതം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കും. അവന്റെ ഹിതം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവിനോട് പറഞ്ഞു, നീ തീരുമാനമെടുത്തു, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാൻ തീരുമാനമെടുത്തു. തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ മാസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഞാൻ ഒരുമിച്ച് ചെയ്താലും തീരാത്ത, രാത്രിയും പകലും ഒരുമിച്ചിരുന്ന് ഞാൻ ചെയ്യാൻ തീരാത്ത ജോലികള്, ഓഫീസിലെ കാര്യങ്ങള് വെറും 2 ആഴ്ചക്കുള്ളിൽ അത്ഭുതകരമായി ചെയ്തു. ഞാനില്ല, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് രഹസ്യമായിട്ടുള്ളത്. നീ ഇറങ്ങുന്നതിന് മുമ്പ് കർത്താവോട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചു. കർത്താവേ, ഞാൻ ഇറങ്ങാം, പക്ഷെ അതിനു മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, നീ ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോയി അന്ത്യോളം എന്തെടുത്ത് ഭക്ഷിക്കും? ഈ ചോദിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ കൊണ്ട് ഉയർത്തി നിർത്തിയത് എവിടെയാണെന്ന് അറിയാമോ? ലോകത്തിലെ കൊട്ടാര തുല്യമായ ഹോട്ടലുകളിൽ എന്നെ കൊണ്ട് താമസിപ്പിച്ചു. കോൺഫറൻസുകളിൽ മറ്റും വരുമ്പോൾ ഓസ്ട്രിയൻ ഗവൺമെന്റ് തന്നെ വിരുന്നൊരുക്കി ഗവൺമെന്റിന്റെ അതിഥിയായിട്ട് ഞാൻ ആ രാജകീയമായ ഭക്ഷണം, ആ റോയൽ ഫുഡ് കഴിച്ചു. ദൈവം കഴിപ്പിച്ചു. അങ്ങനെ രാജകീയമായ ഭക്ഷണം ദൈവം നൽകി. കൊട്ടാര തുല്യമായ ഹോട്ടലുകളിൽ താത്തി ഉറക്കി. എന്നിട്ട് പറയുക, ഇറങ്ങി വരാൻ. ഇറങ്ങി വരാൻ പറയുന്നത് എവിടേക്കാണോ? ഭവനമില്ല. കാരണം സന്യാസ ഭവനത്തിലേക്ക് പണ്ട് അന്നേക്ക് 28 വർഷങ്ങൾക്ക് മുമ്പ് സന്യാസ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കുടുംബത്തിലുള്ള സ്വത്തിന്റെ അവകാശം മുഴുവൻ വിടണം. അപ്പോഴുള്ളത് ഭാവിയിൽ എന്തെങ്കിലും കുടുംബത്തിലുണ്ടാകുമെങ്കിലും ആ അവകാശം മുഴുവൻ ഒരു വിൽപ്പത്രം എഴുതി ആർക്കെങ്കിലും കൊടുത്തിട്ട് വേണം പോകാൻ, ഇറങ്ങാൻ. അങ്ങനെ ഒരു പൈസക്ക് പോയി അവകാശമില്ലാതെ ഇറങ്ങണം. അതുപോലെ സന്യാസ സമൂഹത്തിലായിട്ട് അതുകൊണ്ട് ഞാൻ ഈ ഇന്റർനാഷണൽ പോസ്റ്റൊക്കെ ഹോൾഡ് ചെയ്തെങ്കിലും എനിക്ക് കിട്ടുന്ന വരുമാനം എല്ലാം എന്റെ ആശ്രമത്തിലേക്ക് പോകും. ഒരു പൈസ പോലും എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പാടില്ല. ഇനി ഞാൻ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് പോക്കറ്റ് വിടെങ്കിലും അവർ തരുമായിരുന്നു. പക്ഷെ അവർ പറഞ്ഞാൽ വിടില്ല. രഹസ്യമായിട്ട് ഞാൻ ഇറങ്ങണം, ആരോടും പറയാതെ. അങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രവും എടുത്തുകൊണ്ട് രഹസ്യമായിട്ട് ഞാൻ ഇറങ്ങി പറയും. ഇറങ്ങി വന്നാൽ എവിടെ പോയി അധികം ഉറങ്ങും? എന്റെ മാതാവും പിതാവും ജീവിച്ചിരിപ്പില്ല. അവരുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ലോകം എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോകാൻ. കത്തോലിക്ക പുരോഗതി എന്ന നിലയിൽ ഞാൻ വിവാഹിതനല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു കുടുംബം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അന്ന് അവരുടെ അങ്ങോട്ട് പോകാൻ. അതുപോലെ എനിക്ക് 3 സഹോദരന്മാരും 2 സഹോദരിമാരുമുണ്ടാണ്. അവർ ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാം അഭിമാനിക്കുകയായിരുന്നു. ഇനി അവർക്ക് ഞാൻ അപമാനമാണ്, അവരെന്നെ വീട്ടിൽ കയറ്റുകയില്ല. അവിടെ കർത്താവ് എന്നോട് പോയി എത്തിയോളൂ. ഞാൻ എന്ത് ജോലി ചെയ്യും? പെന്തക്കോസ്ത് കോളം എന്താണെന്ന് എനിക്കറിയില്ല. പെന്തക്കോസ്ത് സഭയിലെ വിവിധ സഭാവിഭാഗങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. അവിടെ ഉള്ള ഒന്നും എനിക്കറിയില്ല. അവിടെ എന്തെങ്കിലും ശുശ്രൂഷയുണ്ടോ, എന്താ ശുശ്രൂഷ, എന്താ ഒരിക്കലും ഇന്നും അറിയില്ല. ഞാൻ എങ്ങനെ ജീവിക്കും, എന്തെടുത്ത് ഭക്ഷിക്കും, എന്ത് ജോലി ചെയ്യും, എനിക്കൊന്നും അറിയില്ല. കർത്താവ് പറയുക, എന്റെ വചനവും കൊടുത്ത് സാക്ഷിയായിട്ട് തെരുവിലേക്ക് ഇറങ്ങും. കർത്താവ് ഞാൻ എവിടെ പോയി അന്തി ഉറങ്ങും, ഞാൻ എന്തെടുത്ത് ഭക്ഷിക്കും? കർത്താവ് എനിക്ക് തന്ന ആലോചന, ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട്, കുടുംബങ്ങൾക്ക് കുഴികളുണ്ട്, മനുഷ്യപുത്രം തഞ്ചായിരിക്കാൻ ഇടവില്ലായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് കർത്താവിനോട് പറഞ്ഞ, കർത്താവ് അങ്ങനെയാണെങ്കിൽ ഇനി പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും സാരമില്ല, കടത്തണ്ടകളിൽ പോയി ഉറങ്ങേണ്ടി വന്നാലും സാരമില്ല, ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് 3 ദിവസം ഫെബ്രുവരി മാസം 27-ാം തീയതി 23-ാം തീയതി എന്റെ കസിന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ എറണാകുളത്ത് അവിടെ 3 ദിവസം ഞാൻ ഉപവസിക്കാൻ ആരംഭിച്ചു. അവർ ദൈവാത്മാവിനോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, വെള്ളത്തിൽ പോയി സ്നാനപ്പെടണം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അത് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഞാനൊരു വൈദികനാണ്, ഞാൻ എത്രയോ പേര് സ്നാനപ്പെടുത്തിയിട്ടുള്ളത്, ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണ്. കർത്താവ് സ്നാനം ഒരിക്കലായിട്ട് മതി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെയാണ് ഞാൻ സ്നാനപ്പെട്ടത്, വെള്ളത്തിൽ തന്നെയാണ് ഞാൻ സ്നാനപ്പെട്ടത്. അവിടെ അത് മാത്രം എനിക്ക് വൈകി. എന്റെ സ്ഥാനങ്ങളും പദവികളും എല്ലാം വലിച്ചെറിയേ
ഒന്നുമില്ലാത്ത ശൂന്യതയിലേക്ക് ഞാൻ വന്നു. അതിനൊക്കെ ഞാൻ തയ്യാറായി. എങ്കിലും എനിക്ക് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാൻ പറ്റില്ല. കർത്താവിനോട് പല ആയുധത്തിലൂടെ ഇടപെട്ടു. അന്ത്യത്താൾ സമയത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയുന്ന സമയത്ത് പത്രോസിന്റെ അടുത്ത് വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് എന്റെ പാദം കഴിയാൻ ഞാൻ തന്നെ സമ്മതിക്കില്ല. കർത്താവ് പറഞ്ഞു, ഞാനിപ്പോൾ നിന്റെ പാദങ്ങൾ കഴിയുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ല. ആ വചനത്തിലൂടെ എന്നോട് ഇടപെട്ടുകൊണ്ട് ദൈവം എന്നോട് ചോദിച്ചു, കർത്താവിനോട് ചോദിച്ചു, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ല. അത് കേട്ടപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എങ്ങനെയാണെങ്കിൽ ഇനി 1 അല്ല 100 വട്ടം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാൻ ഞാൻ തയ്യാർ. വെള്ളത്തിൽ മുങ്ങി അല്ല കർത്താവേ, നിനക്ക് വേണ്ടി എന്റെ രക്തം ചിന്തി ആ രക്തത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്ന് നീനോട് ആവശ്യപ്പെട്ടാൽ അതിനുപോലെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഞാൻ 3-ാമത്തെ ദിവസം ഞാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട് കഴിയുമ്പോഴൊരു ഭീതി. റോമില് പല പ്രാവശ്യം ഞാൻ കടന്നു പോയിട്ടുണ്ട്. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കൽ ഞാൻ കുർബാനകളിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ കത്തീഡ്രലും മറ്റും ബസിലിക്കകളിലും മറ്റും ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഞാൻ യൂറോപ്പിൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം റോമിലെ വാറ്റിക്കൻ റേഡിയോയിൽ അങ്ങോട്ട് ക്ഷണിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലും വാറ്റിക്കൻ റേഡിയോയിലൂടെ പ്രഭാഷണം നടത്താൻ അങ്ങനെയൊക്കെ പല പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. റോമിലുള്ളവരെന്നെ അറിയും, ഇന്ത്യയിലുള്ള എല്ലാ മെത്രാന്മാരും എന്നെ അറിയും. ഇവരൊക്കെ എന്നോട് വിളിച്ച് എന്തിനു സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കർത്താവ് ഞാനിപ്പോൾ എന്തിനും മറുപടി വന്നു. ഇവരെ ആരെയും ഫേസ് ചെയ്യുവാൻ എനിക്ക് കഴിവില്ല, എനിക്ക് ശക്തിയില്ല. അവിടെ ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. നീ തന്നെ എന്നെ ബലപ്പെടുത്തണം, നീ തന്നെ എന്നെ ശക്തീകരിക്കണം, നീ എന്നെ നിന്റെ വചനം എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കുറെ നമ്മൾ ഒളിച്ചിരിക്കാൻ ആഗ്രഹിച്ചു. അപ്പോഴെന്നെ ഈ കസിൻ പറഞ്ഞു, ഇവിടെ ഉപവസിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. 3 ദിവസം, 7 ദിവസം, 20 ദിവസം, 21 ദിവസം, 40 ദിവസം വരെയൊക്കെ. 40 ദിവസം കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് 40 ദിവസം എനിക്ക് ഉപവസിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ കസിൻ പറഞ്ഞു, അയ്യോ അത്രയും കൂട്ടതാകില്ല, കാരണം കത്തോലിക്കരുടെ ഉപവാസമല്ല, അവിടെ ഭക്ഷണത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് നമ്മൾ ഉപവസിച്ചാലും ഇറച്ചി മാംസവും മത്സ്യവും ഉപേക്ഷിച്ച ഭക്ഷണത്തിന്റെ അളവ് കുറച്ചാൽ മതി. ഇവിടെ അതല്ല, പൂർണ്ണമായിട്ടും രാത്രിയും പകലും ഭക്ഷണം കഴിക്കില്ല. പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ച വേണ്ടി വന്നാൽ കാപ്പിയോ ചായയോ ജീരകവെള്ളമോ കുടിച്ചുകൊണ്ട് 40 ദിവസം ഉപസിക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉപസിച്ചവരാരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാനൊരു ജേർണലിസ്റ്റാണ്. ഞാൻ അനേകം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാകും. എനിക്കറിയാം രാഷ്ട്രീയക്കാരുടെ ഉപവാസം എങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ട് വേണ്ടി ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഉപവസിച്ച ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അവർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്കും അതുപോലെ 40 ദിവസം പൂർണ്ണമായിട്ടും ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവസിക്കണം. കർത്താവാണ് എന്നെ വിളിച്ചിറക്കിയതെങ്കിൽ, ഇതാണ് യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ ബാധയെങ്കിൽ 40 ദിവസം പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവസിക്കുവാനുള്ള കൃപ കർത്താവ് എനിക്ക് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഉപവസിക്കാൻ തീരുമാനിച്ചു. എല്ലാവർക്കും ഭയമായി. അവർ പറഞ്ഞു, അച്ഛനത്തിന് അങ്ങനെ തിരിയരുത്, അവിവേകം കാണിക്കരുത്, പരിജ്ഞാനത്തോടു കൂടി എല്ലാം ചെയ്യണം. ആദ്യത്തെ ആ ശുഷ്കാതിരിക്കനെയൊക്കെ അതിന് തോന്നുന്നതാണ്. വേണമെങ്കിൽ 7 ദിവസം ഉപവസിക്കൂ, അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷിച്ചുകൊണ്ട് 21 ദിവസം ഉപവസിക്കൂ. എന്നാൽ 21 ദിവസം ഒന്നും പറയണ്ട, കർത്താവ് അനുവദിക്കുന്നിടത്തോളം എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കർത്താവ് എന്നെ വിളിച്ചതെങ്കിൽ, ഇതാണ് കർത്താവിന്റെ പാതയെങ്കിൽ 40 ദിവസം പൂർണ്ണമായിട്ട് ഉപവസിക്കുവാനുള്ള കൃപ കർത്താവ് എനിക്ക് തരുമെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടതിന്റെ 3-ാമത്തെ ദിവസം വരെ ഞാൻ ഉപവാസം ആരംഭിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. 38-ാമത്തെ ദിവസം 2.5 മണിക്കൂർ ആവേശത്തോടെ നിന്ന് പ്രസംഗിക്കുവാൻ കർത്താവ് എനിക്ക് ശക്തി നൽകി. 40-ാമത്തെ ദിവസം ഉപവാസം അവസാനിപ്പിച്ച ഞാൻ സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞു, ദൈവം എനിക്ക് ഇപ്പൊ നൽകിയിരിക്കുന്ന ഈ ശക്തി, ഈ ബലം എന്റെ മരണം വരെ കർത്താവ് എനിക്ക് നൽകുകയാണെങ്കിൽ കർത്താവ് വഹിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഞാൻ കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചു കൊള്ളാം. പ്രിയപ്പെട്ടവര്, എന്തെങ്കിലും പ്രത്യേക കൃപകളോ കൃപാവരങ്ങളോ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല കർത്താവ് ഞാൻ ഈ ഉപവാസം ഇരുന്നത്. എന്നാൽ ആരംഭം മുതലേ കർത്താവ് എനിക്ക് ദർശനവും വെളിപാടും തരാൻ തുടങ്ങി. 14-ാമത്തെ ദിവസം ദൈവത്തിന്റെ അന്യഭാഷയിൽ അഭിഷേകം, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തു. അതിനുവേണ്ടി നടത്തിയ സ്ട്രഗിളും പറ്റും വളരെ രസകരമാണ്. എനിക്ക് പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം ഞാൻ വിടുകയാണ്. എന്നാൽ അതുപോലെ എനിക്ക് 2 രോഗമുണ്ടായി, വളരെ ഗൗരവമായ രോഗം. 2.5 വർഷത്തോളം ഞാൻ ഡൽഹിയിലെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റിലായിരുന്നു. വന്നും പോയി എക്സ്റേകൾ പലതരത്തു സ്കാനിങ് നടത്തി. ഡോക്ടേഴ്സ് പറഞ്ഞത് സ്പോണ്ടിലോലിസിസ് എന്നൊരു അസുഖമാണ്, ശരീരം മുഴുവൻ തളർന്നു പോകുന്ന ഒരു അസുഖം. പ്രത്യേക ചികിത്സകളൊന്നുമില്ല, ഫിസിയോതെറാപ്പിയുടെ കുറെ എക്സസൈസുകളേ ഉള്ളൂ. എല്ലാ ദിവസവും രാവിലെ 1.5 മണിക്കൂർ നേരം എക്സസൈസ് ചെയ്യണം. തുടർച്ചയായിട്ട് കുറെ ദിവസം ചെയ്യാതിരുന്നാൽ എന്റെ 2 വർഷത്തെ ഭുജത്തിന് മുഖത്ത് സൂചി കൊണ്ട് കുത്തുന്ന പോകുന്ന വേദന പോകും. കൈ ചലിപ്പിക്കാനോ കഴുത്തിരിക്കാനോ ഒന്നും
ഉടനെ എനിക്കൊന്നും കഴിയില്ല. അങ്ങനെയുള്ള വേദന അനുഭവപ്പെടുക. ഞാൻ ഉപവാസം അനുഷ്ഠിക്കുന്ന ആദ്യത്തെ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അത്രയ്ക്ക് വേദന, രണ്ട് ഭുജത്തിന് ഭയങ്കര വേദന. ഈ കൈ ചലിപ്പിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് കിട്ടുന്ന പോലത്തെയാണ് വേദന. എങ്ങനെയും ഞാൻ ആരാധനയ്ക്ക് കടന്നത്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും കൈയടിച്ച് പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് കൈയടിക്കാൻ സാധിക്കും, കൈ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ കർത്താവിനോട് മതി, കർത്താവ് ഞാൻ കൈ അടിച്ചതിനെ പാട്ട് പാടി സ്തുതിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട്, ഇനി എന്റെ കൈ അങ്ങനെ പറഞ്ഞു പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, നിന്നെ സ്തുതിച്ചിട്ടാണല്ലോ എന്റെ കൈ പറഞ്ഞു പോകുന്നത്, പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സഹിച്ചിരുന്ന ഞാൻ കൈയടിക്കാൻ ആരംഭിച്ചു. കൈയടിച്ച് പാട്ടുപാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിനോട് ചോദിച്ചു, എന്നെ ഇങ്ങനെ കൈയടിച്ച് സ്തുതിച്ച് ആരാധിച്ച് നിനക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ എക്സസൈസ് ആണോ നിന്റെ ഫിസിയോതെറാപ്പിയിൽ നിന്നുള്ള എക്സസൈസ്? അപ്പോൾ ആ ഇരിപ്പിലിരുത്തുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, അതേപോലെ ഈ ഇരിപ്പിട്ടുകൊണ്ട് തന്നെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അങ്ങനെയാണെങ്കിൽ മേലിൽ ഞാൻ ഫിസിയോതെറാപ്പിയുടെ എക്സസൈസ് ചെയ്യുകയില്ല, നീ എന്നെ സുഖപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് സുഖമായാൽ മതി എന്ന് പറഞ്ഞ് സമർപ്പിച്ച ആ നിമിഷം അത്ഭുതകരമായ രീതിയിൽ എന്നെ സുഖപ്പെടുത്തും. ഡോക്ടേഴ്സിനോട് പറഞ്ഞത് തലയില ഉപയോഗിക്കരുത്, ഫ്ലാറ്റ് ആയിട്ട് കിടന്നുറങ്ങണമെന്നാണ്. പക്ഷെ അന്ന് മുതൽ ഞാൻ തലയില ഉപയോഗിക്കാൻ തുടങ്ങി. ദൈവം പിടിപ്പിച്ചാൽ പിന്നെ എന്തിന് പേടിക്കാം. അതുപോലെ 1977 മുതൽ ഹൈപ്പർ അസിഡിറ്റി എന്ന അസുഖത്താൽ ഞാൻ ഭാരപ്പെടുകയായിരുന്നു. ഡോക്ടേഴ്സിനോട് പറഞ്ഞ അച്ഛൻ അക്യൂട്ട് ഹൈപ്പർ അസിഡിറ്റിയാണ്. യാത്ര ചെയ്യുമ്പോൾ പോലും സോൾട്ട് ബിസ്ക്കറ്റ് എങ്കിലും എപ്പോഴും കയ്യിൽ കരുതിയിരിക്കണം. കാരണം ഭയങ്കര വിഷത്താൽ വയററ്റിയായാൽ ബേണിംഗ് സെൻസേഷൻ വയറ് കത്തും. ആ പിന്നീട് അത് അസിഡിറ്റിയാണ്. ആസിഡ് വയറിലാണ് അത് കാണുന്നത്, കുടലിനെ കാണുന്നത് അത് അൾസറായിട്ട് മാറും. അതുകൊണ്ട് എപ്പോഴും ബിസ്ക്കറ്റുകൾ കയ്യിൽ കരുതിയിരിക്കണം. വയറ് വിശക്കുന്ന വയററ്റിയാകുന്ന സമയത്ത് ഇത് കഴിക്കും. അങ്ങനെയുള്ള ഞാനാണ് 40 ദിവസം പൂർണ്ണമായിട്ടും ഭക്ഷണം ഉപേക്ഷിച്ചത്, ഉപവസിക്കുവാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഹൈപ്പർ അസിഡിറ്റി എടുത്തിട്ട് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഉപവസിക്കുന്നത് കാരണം ഹൈപ്പർ അസിഡിറ്റി അല്ല, എന്ത് അസുഖം വന്നാലും ഞാൻ സഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഹൈപ്പർ അസിഡിറ്റിയോടെ പ്രതികരിക്കുന്നില്ല. ദൈവം അത്ഭുതകരമായ രീതിയിൽ അതിർത്ത് അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കത്തോലിക്കനായിരുന്നപ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിച്ചു. ഇപ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ യേശുവിനെ കാണുന്നു, ഞാൻ യേശുവിനെ കേൾക്കുന്നു, യേശുവിനെ സ്പർശിച്ച് അനുഭവിച്ചറിയുന്നു. ഞാൻ കത്തോലിക്ക സഭയിലായിരുന്നപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് റോമിലും വെറ്റിക്കൻ സെന്റ് പീറ്റേഴ്സിലും മറ്റുമൊക്കെ ചുറ്റി സഞ്ചരിച്ച് അവിടെയൊക്കെ ഞാൻ ശുശ്രൂഷിച്ചു. എന്നാൽ ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് കത്തോലിക്ക ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ശുശ്രൂഷിച്ചു. കത്തോലിക്ക സഭയിൽ വന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നിട്ട് പാവപ്പെട്ട പെന്തക്കോസ്തുകാരുടെ ചെറ്റക്കൊടുക്കുകൾ, അവരുടെ കീറപ്പായലിരുന്ന്, അവരുടെ ഓലക്കീറിലിരുന്ന് 5-10 പേരായിട്ട് നിലത്തിരുന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷവും സമാധാനവും അതിന് മുമ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇതൊക്കെ ശരി, നിങ്ങൾ സമ്മതിക്കും. പ്രത്യേകിച്ച് എന്തൊക്കെ അനുഭവത്തിൽ വരാത്തവര് സഹോദരങ്ങൾ സമ്മതിക്കും. അതൊക്കെ സംഭവിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും അച്ഛൻ അന്വേഷിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും അച്ഛന്റെ കസിന്റെ കുടുംബത്തിലൂടെ ദൈവം അച്ഛനെ വെളിപ്പെടുത്തി തന്നു. ഇപ്പോൾ എന്റെ കസിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നുമല്ല, എന്റെ ജീവിതത്തിൽ തന്നെ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എന്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു. അന്ന് മുതൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയെ. അപ്പോൾ ദൈവം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഇപ്പൊ എന്റെ ജീവിതത്തിലൂടെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ന്യായമായിട്ട് ചോദ്യം ചോദിക്കാം, അതൊക്കെ ശരി. പക്ഷെ ഇതല്ല ഇപ്പോൾ കരിസ്മാറ്റിക് മൂവ്മെന്റിലുണ്ടല്ലോ, മാർത്തോമ സഭയിലുണ്ടല്ലോ, യാക്കോബ സഭയിലും ഉണ്ടല്ലോ. അവിടെ ഇതുവരെ അഭിഷേകം പ്രാപിച്ചവരുണ്ട്, അന്യഭാഷ പറയുന്നവരുണ്ട്, ദർശനവും വെളിപ്പാടുള്ളവരുണ്ട്. അവിടെയും ഈ അത്ഭുത രോഗശാന്തി ഉള്ളവരുണ്ട്. പിന്നെ അവിടെ നിന്നാൽ പോരെ, സമൂട്ട് പോരുന്നു. ന്യായമായ ചോദ്യം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഒരു ചോദിക്കുന്ന എന്ത് ന്യായമായ ചോദ്യമാണ്, അതിന് മറുപടി ഞാൻ കൊടുത്തേ പറ്റും. നീ എന്നെ വിളിപ്പിച്ചുവെങ്കിൽ അവർക്ക് ഈ മറുപടിക്ക് ഉത്തരം കൊടുക്കാൻ നീ എനിക്ക് സഹായിക്കണം. കർത്താവ് പറഞ്ഞു, 1 കൊരിന്ത്യർ 5-ാമത്തെ 14-ാമത്തെ വാക്യം വായിക്കാം. എന്റെ സമയമായി, എന്നാൽ ജസ്റ്റ് ഒന്ന് വായിച്ച് വേഗം എന്ന് പറഞ്ഞു. ഓക്കെ, 1 കൊരിന്ത്യർ 5-ാമത്തെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 5-ാമത്തെ 14-ാമത്തെ വാക്യം. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യവനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്ര ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. ഈ വായിച്ചതിന്റെ ഗൗരവം മനസ്സിലായോ? അതായത്
സഹോദരൻ എന്ന് പറയുന്ന ഒരുവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരുവൻ, യേശുവിന്റെ സഭയിൽ അംഗമെന്ന് പറയുന്ന ഒരുവൻ, തന്റെ സഭ ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്ന ഒരുവൻ, അവൻ ദുർനടപ്പുകാരനാണെങ്കിൽ, അത്യാഗ്രഹിയാണെങ്കിൽ, അവൻ വിഗ്രഹാരാധകനാണെങ്കിൽ, അവൻ പാപിഷ്ഠാനക്കാരനാണെങ്കിൽ, അവൻ മദ്യപനാണെങ്കിൽ, അവൻ പിടിച്ചുപറിക്കാരനാണെങ്കിൽ അവനുമായിട്ട് സഹകരിക്കരുത്, ഭക്ഷണം പോലും കഴിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഏത് സഭയാണ് മദ്യപന്മാരെ മുടക്കിയിട്ടുള്ളത്? യേശു അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയാൻ. എന്നാൽ ഏത് സഭയാണ് വിഗ്രഹാരാധകരെ മുടക്കിയിട്ടുള്ളത്? ഒരുപക്ഷെ മാർത്തോമക്കാർ പറയും, ഞങ്ങളുടെ ഇടയിൽ വിഗ്രഹങ്ങളില്ല, ഞങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിക്കാറില്ല എന്ന് പറയും. അത് കത്തോലിക്കരും യാക്കോബക്കാരും എന്ന് പറയും. യാക്കോബക്കാരും ഞങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിക്കില്ല, ഞങ്ങൾക്ക് പടമേ ഉള്ളൂ എന്ന് പറയും, ഫോട്ടോയേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ നമ്മള് പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ സമുദ്രത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിച്ഛായം ഉണ്ടാക്കരുത്, ആരാധിക്കരുതെന്നുള്ളത് പിന്നെ വരും. അതിന്റെ മുമ്പിൽ തലവണക്കരുത്. കത്തോലിക്കർ പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ, വിഗ്രഹങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾ വണങ്ങുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് പറയും. എന്നാൽ വ്യക്തമായിട്ട് ദുഃഖവെള്ളിയാഴ്ച ക്രൂശാരാധനയുണ്ട്, കുരിശുരൂപ ആരാധനയുണ്ട്. അപ്പൊ അവിടെ ആരാധനയുണ്ട്, അത് കേട്ടെ, അതല്ല. പിന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് തല വണക്കരുത് വിഗ്രഹങ്ങളുടെ മുമ്പില്. പിന്നെ ഈ കത്തോലിക്കർ പറയും, ഈ ഞങ്ങളുടെ പള്ളിയിലുള്ള വിഗ്രഹമല്ല, തിരുസ്വരൂപമാണ്. വിഗ്രഹങ്ങൾ അമ്പലത്തിലല്ലേ കൊണ്ടുവന്നത്. പക്ഷെ ഇത് ഇംഗ്ലീഷ്, മലയാളത്തിലാണ് നമ്മൾക്ക് ഈ വേർതിരിവ്. ഇംഗ്ലീഷിൽ both are idols, both are statues. വിഗ്രഹത്തിലായാലും പള്ളിയിലായാലും അവിടെ ഇരിക്കുന്ന സ്റ്റാച്യു തന്നെയാണ്, ഇവിടെ ഇരിക്കുന്ന സ്റ്റാച്യു തന്നെയാണ്. എന്നാൽ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നതിന് മുമ്പ് കർത്താവ് പറയുന്നു, നീ വണങ്ങരുത്, തല വണക്കരുത് എന്നാണ്. So we are no excuse. എന്നാൽ വിഗ്രഹ പിന്നീട് നമ്മൾ 22 കൊരിന്ത്യർ 6-ാം അധ്യായത്തില് 14 വരെയുള്ള വാക്യങ്ങൾ ഉപയോഗിക്കും. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്ന പള്ളികളിൽ വിഗ്രഹങ്ങൾക്ക് എന്ത് യോഗ്യതയെന്ന് ഈ കത്തോലിക്ക സഭയിൽ ബന്ധുക്കോസനത്തിൽ അച്ഛൻ ചോദിക്കുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുക. ദേവാലയത്തിന് വിഗ്രഹങ്ങൾക്ക് എന്ത് സ്ഥാനം, അവിടെ സ്റ്റാച്യൂസിന് എന്ത് യോഗ്യത. ദേവാലയത്തിന് സ്റ്റാച്യൂന് വരെ യോഗ്യതയില്ല. കർത്താവ് സമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞു, സത്യാരാധികള അരൂപിയായ പിതാവിനെ, ദൈവത്തിന്റെ രൂപമില്ല, അരൂപിയായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദിവസം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. നമ്മൾ കിഴക്കോട്ട് നോക്കിയാണ് ആരാധിക്കേണ്ടത്? ഇല്ല. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. മധ്യേ, കിഴക്കോട്ടുമില്ല, വടക്കോട്ടുമില്ല, പടിഞ്ഞാറോട്ടുമില്ല, എവിടെയും തന്നെ മധ്യേ. ദിക്കില്ല, സ്ഥലമില്ല. ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ സമരിയക്കാര്, ഞങ്ങളുടെ അബ്രഹാം പിതാവ് ബലികഴിപ്പിച്ച അല്ലെങ്കിൽ മലയിലാണ്, അപ്പൊ പിന്നെ അവിടെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ആ മലയിലാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങൾ യഹൂദന്മാരും യെരൂശലേം ദേവാലയത്തിലാണ് ആരാധിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഇനി ആ മലയിലുമല്ല, യെരൂശലേം ദേവാലയത്തിലുമല്ല, സത്യം അന്വേഷിക്കുന്നവര്, സത്യാരാധികളായിട്ടുള്ളവര് കടത്തിണ്ണകളിൽ ആരാധിക്കാം, മരച്ചുവട്ടിൽ ആരാധിക്കാം, ഒരു വീട്ടിന്റെ ഒരു മുറിയിൽ ആരാധിക്കാം, ഒരു ബേസ്മെന്റിൽ ആരാധിക്കാം, ഈ കോർട്ടിൽ ആരാധിക്കാം, എവിടെയും ആരാധിക്കാം. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. ദേവാലയം വേണ്ട, ഇതാണ് ദേവാലയം. Now this is the temple of God. We are the temple of God. Where we join together, there God is there in our midst. കിഴക്കോട്ട് നോക്ക്, മധ്യേ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ കിഴക്കും തെക്കൊന്നുമില്ല അവിടെ. എങ്കിൽ സ്ഥലം വേണ്ട, പ്രത്യേക സ്ഥലമില്ല, പ്രത്യേക രൂപം വേണ്ട, ദൈവത്തെ ആരാധിക്കും. പലരും പറയുന്നത് ദൈവത്തെ നമുക്ക് എന്തെങ്കിലും ഒരു മെയിലില്ലാതെ നമ്മൾ എങ്ങനെയാണ് പിന്നെ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് പലരും ചോദിക്കുക.
എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവകുമാരൻ പറയുന്നു, ദൈവത്തിന് സത്യം അന്വേഷിക്കുന്നവർക്ക്, സത്യത്തെ ആരാധിക്കുന്നവർക്ക് യാതൊരു മേലും വേണ്ട എന്നാണ്. ഒരു മേലിന്റെ മുമ്പിൽ നിന്ന് ആരാധിക്കേണ്ട എന്ന്. എന്നാൽ കത്തോലിക്ക സഭയില് വിഗ്രഹങ്ങളിലെയും രൂപങ്ങളിലെയും ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവോട് ചോദിക്കുന്നു, എന്റെ ആലയത്തിൽ രൂപങ്ങൾക്ക് യോഗ്യരാണ്. ദൈവത്തിന്റെ വചനം ആദ്യം നമ്മൾ വായിച്ചപ്പോൾ പറയുന്നു, വിഗ്രഹാരാധികളായിട്ട് നിങ്ങൾ സഹകരിക്കരുത്, ഭക്ഷണം പോലും കഴിക്കരുത് എന്ന്. ഇത് വിഗ്രഹാരാധികൾ വിഗ്രഹത്തിന് മുമ്പിൽ വെച്ച് കർത്തമേശയാണ് കൊടുത്തത്. അല്ലെ പിന്നെ കർത്താവിന്റെ കർത്താവിന്റെ മരണത്തിന് മുമ്പ് അന്ത്യത്താഴ സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ തിന്നുവിൻ, ഭക്ഷിക്കുവിൻ. അപ്പൊ കൊടുത്ത് വാഴ്ത്ത് ശിഷ്യന്മാർ കൊടുത്ത് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ രക്തമാണ്, വാങ്ങി കുടിക്കുവിൻ. കർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവാൻ നമ്മളെ ഏൽപ്പിച്ചു. ആ കമ്മ്യൂണിയൻ മദ്യപിച്ചു വന്ന് കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നു. മദ്യപന്മാര് സഭയില് അവരുമായിട്ട് സഹകരിക്കരുത്, ഭക്ഷണം പോലും കഴിക്കരുതാണ് ദൈവത്തിന്റെ വചനം. ഇത് മദ്യപന്മാര് ഞങ്ങൾക്ക് അച്ഛന്മാർക്കറിയാം. ഞങ്ങൾ നാവിൽ കുർബാന വെച്ചു കൊടുക്കാൻ പോകുമ്പോ ഏതെല്ലാം ഫോറിൻ വിസ്കിയുടെ മണമാണ് വരുന്നതെന്ന് അറിയില്ല. ഓരോരുത്തരുടെയും ആയിരുന്നു ഓരോ വിധത്തിലാണ് വരുന്നത്. ഞങ്ങൾക്ക് എന്നിട്ട് പോലും ഞങ്ങൾ ആ നാവിലെ കുർബാന വെച്ചു കൊടുക്കുന്നുണ്ടെന്ന്. വിഗ്രഹാരാധികള്, മദ്യപന്മാര്, ഇവരുമായിട്ട് നിങ്ങൾ സഹകരിക്കരുത്, ഭക്ഷണം പോലും കഴിക്കരുതാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് ഒരുമിച്ച് നോക്കാൻ കർത്താവിന്റെ മേശയിലേക്ക് പങ്കെടുക്കാൻ കഴിയും. ഏത് സഭയാണ് മദ്യപന്മാർ മുടക്കിയിട്ടുള്ളത്? ഏത് സഭയാണ് വിഗ്രഹാരാധികൾ മുടക്കുന്നത്? പ്രത്യേകിച്ച് തനിക്ക് സമൂഹത്തിൽ വിഗ്രഹാരാധികൾ മുടക്കാൻ, വിഗ്രഹത്തെ വണങ്ങുന്നവരെ മുടക്കാൻ അവിടെ തന്നെ വെച്ച് പ്രോത്സാഹിപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവർ വിട്ടുപോകും, അവര് നിങ്ങളിൽ നിന്ന് പുറത്താക്കും. പക്ഷേ ബ്രൂട്ടൽ മെജോറിറ്റി നമുക്ക് ദൈവത്തിന്റെ വെളിച്ചം ലഭിച്ചവർക്ക്, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സത്യം വെളിപ്പെട്ട് കിട്ടുന്നവർക്ക് അവരെ പുറത്താക്കാനാകുമോ? മെജോറിറ്റി പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? 2 കൊരിന്ത്യർ 6-ാമത്തെ വാക്യം വായിക്കും. നിങ്ങൾക്ക് പിതാവും അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുന്ന അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട നിങ്ങൾക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല, നിങ്ങൾക്ക് അവരെ പുറത്താക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതുകൊണ്ട് therefore come away from them, be separate. അവരിൽ നിന്ന് സെപ്പറേറ്റ് ആകുക, be separated, come away from them. കാരണം എന്താണോ? ദൈവത്തിന്റെ സഭ വിശുദ്ധമാണ്. ദൈവത്തിന്റെ സഭ വിശുദ്ധമാണ്, അത് പരിശുദ്ധമാണ്, അത് തിരുസഭയാണ്. അവിടെ അശുദ്ധിക്ക് സ്ഥാനമില്ല, നിഗ്രഹത്തിന് സ്ഥാനമില്ല, മദ്യപാനത്തിന് സ്ഥാനമില്ല, അങ്ങനെ അശുദ്ധ ജീവിതത്തിനുള്ള സ്ഥാനമില്ല. അത് ദൈവത്തിന്റെ സഭയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ 23-ാമത്തെ വാക്യം വായിക്കും, 23-30 വായിക്കും. ഭാര്യമാരെ കർത്താവിൽ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. സഭയ്ക്ക് ക്രിസ്തു അവിടെ ഭാര്യ ഭർത്താക്കന്മാരെ കാര്യങ്ങളാണ് പറയുന്നെങ്കിലും അവിടെ ഉപമിക്കുന്നത് ക്രിസ്തുവിനെയും സഭയുമായിട്ടാണ്. ക്രിസ്തു സഭയുടെ ശിരസ്സാണ്, തലയാണ്. ശിരസ് വിശുദ്ധമെങ്കിൽ ശരീരാവയവും വിശുദ്ധമാണ്. അതിന്റെ ആ മാവ് അത് പിടിച്ചതാണെങ്കിൽ അല്പം പിടിച്ചാണെങ്കിൽ മുഴുവൻ പിടിച്ചു. അതുകൊണ്ട് എല്ലാം വിശുദ്ധമാണ്. ശിരസ് വിശുദ്ധമെങ്കിൽ മൊത്തം വിശുദ്ധമാണ്. യേശുവിന്റെ സഭ വിശുദ്ധമാണ്, തിരുസഭയാണ്. തിരുസഭയ്ക്കകത്ത് മദ്യപാനിക്ക് സ്ഥാനമില്ല. ആണ് പറഞ്ഞത്, വിശ്വാസി എന്ന് പറയുന്ന ഒരുവൻ, സഹോദരൻ എന്ന് പറയുന്ന ഒരുവൻ മദ്യപാനാണെങ്കിൽ, പിന്നെ വിഗ്രഹാരാധിയാണെങ്കിൽ, ദുർനടപ്പുകാരനാണെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ സഹകരിക്കരുത്, ഭക്ഷണം പോലും കഴിക്കരുത് എന്ന് അവരെ പുറത്താക്കൂ. അല്ലെങ്കിൽ അവരെ വിട്ടുപോയി വേർപെട്ടു പോരും. കാരണം എന്താണെന്നോ? വീണ്ടും 26 എഫെസ്യ ലേഖനം 5-ാം-26 അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്താ വായിച്ചെന്നറിയാവോ? കർത്താവ്
31 കൂടെ വായിക്കും. 32. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഭാവവേദിയിൽ വെച്ച് നമ്മൾ കേൾക്കുന്നതായിട്ട്, പക്ഷെ ഭാവവേദിയിൽ വെച്ച് അവിടെ പറയുന്നത് വലിയൊരു സത്യം വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി വെറുതെ ഒരു സാഹചര്യം എടുത്തുകൊണ്ട് അവിടെ പറഞ്ഞു വെളിപ്പെടുത്തുന്നത് മാത്രം. എന്താ ഈ സത്യം? ഒരുത്തൻ പ്രായമായി കഴിഞ്ഞാൽ അപ്പനെയും അമ്മയും വിട്ട ഭാര്യയോട് ചേരും. അവർ രണ്ട് ശരീരമല്ല, ഒരു ശരീരമാണ്. എന്നിട്ട് പറയുക, ഞാൻ ഒരു വലിയ മർമ്മമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. യേശുവിനെയും ക്രിസ്തുവിനെയും തന്റെ സഭയെയും കുറിച്ചാണ് ഞാനിത് പറയുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ മണവാളനായിട്ട് ശിരസ്സാകുന്ന ക്രിസ്തു വരും. മണവാട്ടിയായിട്ട് നാം 26-27 വാക്യത്തിൽ വായിച്ചതുപോലെ തനിക്ക് യോഗ്യയായ മണവാട്ടിയായി. അവർക്ക് കറ പാടില്ല, ചൊളുക്കം പാടില്ല, വാടി മുഖത്ത് പാടില്ല, അഴുക്കുള്ള മുഷിച്ച വസ്ത്രം പാടില്ല. മണവാട്ടിയെ ബ്യൂട്ടി പാർലറിൽ അണിച്ചൊരുക്കിക്കൊണ്ടിരിക്കുക. മണവാളൻ വരും. മണവാളൻ കൊട്ടുമേള വാദ്യത്തോടുകൂടി വരും. കൊട്ടുമേള വാദ്യങ്ങളോടുകൂടി മണവാളൻ മണവാട്ടിയെ സ്വീകരിക്കാനായിട്ട് വരും. മണവാട്ടിയെ ഇവിടെ പരിശുദ്ധാത്മാവ് മണിയറയ്ക്കാതെ ഇവിടെ ബ്യൂട്ടി പാർലറിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. മുഷിഞ്ഞ വസ്ത്രമാണെങ്കിൽ അത് കഴുകി വെടുപ്പാക്കി എങ്ങനെയാ വെള്ളത്താൽ കുളിക്ക് ഉറക്കച്ചടവോടുകൂടി അങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ. മണവാളം വരുമ്പോൾ മണവാട്ടിക്ക് പോകാൻ അവന് വചനമാകുന്ന വെള്ളത്തില് കഴുകി വൃത്തിയാക്കി കറ ചുളുക്ക മാലിന്യം ഒന്നും കൂടാതെ അവളെ ഒരുക്കി എടുത്തുകൊണ്ട് സഭയെ എടുത്തുകൊണ്ട് മണവാട്ടിയെ എടുത്ത് മണവാട്ടി തയ്യാറായി കഴിയുമ്പോൾ മണവാളൻ മധ്യാകാശത്തിൽ വരും. എഫേസ്യർ 1 തെസ്സലോനിക്കർ 4:16 വാക്യങ്ങൾ. ഏത് മർമ്മമാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തിയത്? കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നമ്മളെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവര് അവര് കണ്ണു വയ്ക്കുന്ന നേരം കൊണ്ട് രൂപാന്തരപ്പെട്ട മധ്യാകാശത്തിൽ എടുക്കപ്പെടും. എല്ലാവരും വരും. വയലിൽ 2 പേര് എഴുതുകൊണ്ട് നിൽക്കും. ഒരുവൻ എടുക്കപ്പെടും, മറ്റവനും അവിടെ തന്നെ ഉപേക്ഷിക്കപ്പെടും. 2 സ്ത്രീകള് മാട്ടുകല്ലിന്മേൽ മാവാട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരുവൻ എടുക്കപ്പെടും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. 50-50 എന്നല്ല അർത്ഥം. തയ്യാറായി കഴിഞ്ഞവർ, ഒരുങ്ങി നിൽക്കുന്നവർ, അവർ ജീവനോട് ഇരുന്നാലും കണ്ണു വയ്ക്കുന്ന സമയം കൊണ്ട് രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. മണവാളൻ അവിടെ ശിരസ്സാകുന്ന മണവാളൻ തന്റെ ശരീരമാകുന്ന മണവാട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മണവാട്ടിയെ ചേർക്കാനായിട്ട് മധ്യാകാശത്തിലേക്ക് വരും. അപ്പോൾ ഒരുക്കി നിൽക്കുന്ന മണവാട്ടി അവരെ ഒരു ശരീരമായി തീരുന്ന പോലെ കർത്താവുമായിട്ട് നിത്യമായി ജീവിക്കുവാൻ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. ഈ ആ മർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. അന്ന് എടുക്കപ്പെടുന്നവർ ആരൊക്കെ ഉണ്ടോ അവര് മാത്രമേ യേശുവിന്റെ സഭയിൽ അംഗങ്ങളായിട്ടുള്ളൂ. That is the mystical body of Christ. യേശുവിന്റെ മാർമിക ശരീരമാകുന്ന സഭ വെളിപ്പെടാൻ പോകുന്നത് അന്നാണ്. ഇന്നുള്ള സഭകളൊന്നും യേശുവിന്റെ ശരീരമല്ല. യേശുവിന്റെ മാർമിക ശരീരം കാണപ്പെടുന്നില്ല. It's a mystical body. It's a മാർമിക ശരീരമാണ്. ശിരസിനെ നമുക്ക് കാണാനാകാത്തതുപോലെ മാർമിക ശരീരത്തിലെ അവയവങ്ങളെ നമുക്ക് കാണാനാകുന്നില്ല. That means among us there are members of the mystical body, but we don't know who they are. ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ദൈവാത്മാവിനാൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, മാർത്തോമ സഭയെന്നും കത്തോലിക്ക സഭയെന്നും യാക്കോബ സഭയെന്നും മണവാളൻ വരാറായി. അതുകൊണ്ട് തനിക്കായിട്ടുള്ളവരെ ദൈവം അടർത്തിയെടുത്ത് വേർപെടുത്തി. അശുദ്ധരോട് നിൽക്കാൻ പറ്റില്ല അവർക്ക്, കാരണം അശുദ്ധിയോടാകാൻ പറ്റില്ല. അപ്പൊ ചിലർ പറയുന്നത്, അയ്യോ അങ്ങനെ വന്നു പോയാല് പിന്നെ കർത്താവായ യേശു വന്നത് പാപികളോട് ജീവിക്കാനല്ലേ, പാപികളോട് ഭക്ഷണം കഴിച്ചു, പാപികളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ വന്നത്. പിന്നെ സഭ വിട്ടുപോകണമെന്ന് പറഞ്ഞാൽ അവരെ ആര് രക്ഷിക്കും? അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അവരെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ അത് ദൈവത്തിന്റെ വചനമല്ല. കാരണം അവരുമായി കർത്താവ് അപ്പം പറയും, കർത്താവ് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എന്ന് പറയും. നമ്മളിവരെ വിട്ടുപോകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? പൗലോസ് അതിന് മുമ്പ് പറയുന്നുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ വാക്യങ്ങൾക്ക് മുമ്പിൽ പറയുന്ന ആ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ലോകത്തിൽ നിന്നിട്ട് വിട്ടുപോരാനില്ല.
ഈ ലോകത്തിൽ മദ്യപന്മാരുണ്ട്, അവിടെ പിടിച്ചു പറിക്കാറുണ്ട്, അവിടെ ദുർനടപ്പുകാരുണ്ട്, അവിടെ വിഗ്രഹാരാധികളുണ്ട്. അവരെയൊക്കെ വിട്ടു പോരണമെന്ന് പറഞ്ഞാൽ ലോകം വിട്ടേ നിങ്ങൾ പോകേണ്ടി വരും. അവരെ കുറിച്ചല്ല പറയുന്നത്. അവരുടെ ഇടയിൽ നിങ്ങൾ വസിക്കണം, അവരുമായിട്ട് ഭക്ഷിക്കണം, അവരെ നിങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് കൊണ്ടുവരണം. പക്ഷെ ഇത് അവരെ കുറിച്ചല്ല. ഞാൻ എന്റെ സഭ, ഇതാണ് എന്റെ സഭയാണ് കർത്താവിന്റെ സഭ, എന്റെ സഭയാണ് കർത്താവിന്റെ സഭ, ഞാനാണ് ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞു വെക്കുന്നവരുണ്ടല്ലോ. സഹോദരൻ എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു വെക്കുന്ന അവരോടാണ് പറയുന്നത്. സഹോദരൻ എന്ന് പറയുന്ന ഒരുവൻ, അവൻ ദുർനടപ്പുകാരനാണെങ്കിൽ, അവൻ അത്യാഗ്രഹിയാണെങ്കിൽ, അവൻ പിടിച്ചുപറിക്കാരനാണെങ്കിൽ, ആ വാവിഷ്ഠാനക്കാരനാണെങ്കിൽ, ആ മദ്യപനാണെങ്കിൽ, അവൻ വിഗ്രഹാരാധകനാണെങ്കിൽ അവനെ വിട്ടുപോരും. അവനുമായിട്ട് സഹകരിക്കരുത്, ഭക്ഷണം പോലും കഴിക്കരുത്, വിട്ടുപോരും. മറുപടി കിട്ടിയോ? എന്തുകൊണ്ട് ഞാൻ വിട്ടുപോകുന്നു വന്നു? ഞാൻ കത്തോലിക്ക തിരുസഭയിലാക്കമാണ് എന്ന് പറഞ്ഞാൽ, കത്തോലിക്ക എന്ന് പറഞ്ഞ വാക്കിനർത്ഥം യൂണിവേഴ്സൽ എന്നാണ്, സാർവത്രികമായ എന്നാണ്. യേശുവിന്റെ സഭ സാർവത്രികമാണ്, യേശുവിന്റെ സഭ വിശുദ്ധമാണ്. യേശുവിന്റെ തിരുസഭയിൽ അംഗമാകാൻ, ആ തിരുസഭ വിശുദ്ധ സഭയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടത്, ഇന്ന് രാത്രി തീരുമാനമെടുക്കും. ഇന്ന് രാത്രി ഒരു കത്തോലിക്ക സഭയിലെ വൈദികനായിരുന്ന വ്യക്തി, 18 വർഷം കുർബാന കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി, 28 വർഷം കത്തോലിക്ക സഭയിലെ ഒരു അതിപുരാതനമായ കർക്കശമായ സന്യാസ സമൂഹത്തിൽ ജീവിച്ച ഒരു വ്യക്തി, 45 വർഷം പാരമ്പര്യമുള്ള കത്തോലിക്ക കുടുംബത്തില് അല്ലെങ്കിൽ കത്തോലിക്കനായിട്ട് ജീവിച്ച ഒരു വ്യക്തി, സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യക്തി, അവിടെയുള്ള സ്ഥാനങ്ങളും പദവികളും ഉണ്ടായിരുന്ന വ്യക്തി. എനിക്ക് എവിടെ വേണമെങ്കിലും പോകാമായിരുന്നു, താമസിക്കാമായിരുന്നു, എല്ലാം വിട്ടറിഞ്ഞിട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ശൂന്യതയിൽ കർത്താവേ എവിടെ പോയി അന്ത്യവറങ്ങും, എന്തെടുത്ത് ഭക്ഷിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്ന് രാത്രി. ആദ്യം നിങ്ങൾ പറഞ്ഞു കർത്താവിന്റെ ഹിതം അറിയാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന്. കർത്താവിന്റെ ഹിതം ചെയ്യാൻ നിങ്ങൾ കൈuയർത്തി സ്തോത്രം പറഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നവർ. ഇന്ന് രാത്രി ഇത് സത്യമല്ലേ? കർത്താവ് എനിക്ക് എന്നെ വിളിച്ച് വേർപെടുത്തിയത് സത്യമാണെന്ന് 40 ദിവസത്തെ ഉപവാസത്തിലൂടെ, അതിനുശേഷം അവിടുത്തെ അത്ഭുതങ്ങളിലൂടെ, അതിനുശേഷമുള്ള അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇത് സത്യം സത്യം സത്യമെന്ന് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കെ, കർത്താവ് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളൊന്നും കേട്ടില്ല എന്ന് ഇനിയൊരു കാലത്ത് നിങ്ങൾക്ക് പറയുവാൻ കഴിയാത്ത വണ്ണം കർത്താവ് അതിനുവേണ്ടി എന്നെ ഇവിടെ അയച്ചതാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാം, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്നും മോഹിച്ചിറങ്ങിയതല്ല, ഒന്നും പ്രതീക്ഷിച്ചിറങ്ങിയതല്ല. ഇന്ന് രാത്രി കർത്താവേ, ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമുണ്ട്. ആ സത്യത്തിന്റെ മുമ്പിൽ എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങളൊരു പെന്തക്കോസ്തുകാരനാകാൻ പറയുന്നില്ല, പെന്തക്കോസ്തുകാരിയാകാൻ പറയുന്നില്ല. സത്യത്തിന്റെ പാതയിലൂടെ ഞാനാണ് സത്യവും ജീവനും പാതയും എന്ന് പറഞ്ഞ ആ കർത്താവിനെ പിന്നിൽ ചെല്ലേണ്ട രീതിയിൽ പിൻചെല്ലുവാൻ എനിക്ക് വേണ്ടി കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു വന്ന് എന്റെ പാപങ്ങൾ കാരണം കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു വന്ന് വിശ്വസിച്ച് മരിച്ചടക്കപ്പെട്ടു 3-ാം ദിവസം എഴുന്നേറ്റ് വന്ന് എന്റെ ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് വേർപെട്ട സത്യത്തിലും ആത്മാവിൽ കർത്താവിനെ തരത്തിൽ സാക്ഷീകരിച്ച വേർപെട്ട വിശുദ്ധിയില് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് കർത്തൃമേശയിൽ പങ്കെടുത്ത വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ശക്തിയാൽ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, മണവാളനാകുന്ന ശിരസ്സ് മണവാട്ടിയാകുന്ന തന്റെ തിരുസഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ രഹസ്യമായിട്ട് കളകൾ പോലെ വേഗം വരുമ്പോൾ ഇന്ന് രാത്രിയാകാം വേഗം വരുമ്പോൾ എടുക്കപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവമേ, ആ വെളിപ്പെടാൻ പോകുന്ന നിന്റെ തിരുസഭയിലെ അംഗമാകുവാൻ നിന്റെ രക്ഷകനായി ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിന്റെ മണവാട്ടിയാകാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എന്റെ കർത്താവ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒരു പുരോഹിതനെ വിളിച്ചു വരുത്തിച്ചെങ്കിൽ സ്ഥാനമാനങ്ങൾ പഠിച്ച് എല്ലാം ഉപേക്ഷിച്ച ശൂന്യതയിൽ ദൈവത്തെ കണ്ടെത്തുവാൻ ഞാൻ ഇറങ്ങി തിരിച്ചു വയ്ക്കും. അത് സത്യമെങ്കിൽ പ്രിയപ്പെട്ടവരെ, സത്യമാണ് ദൈവം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അത് വിശ്വസിച്ചാൽ നിങ്ങൾ ഇന്ന് രാത്രി സമർപ്പിക്കുക. കർത്താവ് എല്ലാം സമർപ്പിക്കും. ഞാൻ എന്റെ രക്ഷകരായി ഞാൻ സ്വീകരിക്കും. ഒരുപക്ഷെ നിങ്ങൾ പറയും, ഞാൻ കർത്താവിനെ എന്റെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ളതാണ്,
ഞാൻ പാത്തോമ കുടുംബത്തില്, യാക്കോബ കുടുംബത്തില്, കത്തോലിക്ക കുടുംബത്തില് ഞാൻ അവിടെ വിശ്വസിച്ചാണ് ജീവിക്കുന്നത് നിങ്ങൾ പറയാം. പാരമ്പര്യമായി കത്തോലിക്ക കുടുംബത്തില്, യാക്കോബ കുടുംബത്തില്, മാർത്തോമ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അങ്ങനെ ആയിരിക്കുന്നതല്ലേ? യേശുവിന് വേണ്ടി നിങ്ങൾ എന്ത് വില കൊടുത്തു? യേശുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിക്കുവാൻ എന്ത് വില കൊടുത്തു? നിങ്ങൾ യേശുവിനെ ഇന്ന് രാത്രി കർത്താവ് നിന്നെ എന്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു, എന്നെ വെളിപ്പെടുവാൻ മണവാട്ടി സമയമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്നെ സമർപ്പിക്കും. ഇന്ന് രാത്രി നീ വരികയാണെങ്കിൽ, ഇന്ന് രാത്രി കർത്താവ് മധ്യാകാശത്തിൽ നിന്ന് ശബ്ദം മുഴങ്ങുന്നുവെങ്കിൽ, ആ കാലത്തൊരു മുഴങ്ങുന്നുവെങ്കിൽ, എടുക്കപ്പെടുന്നതിന്റെ മക്കളുടെ കൂട്ടത്തിൽ ആ മണവാട്ടികളായി ഒഴുകി നിൽക്കുന്ന ആ മണവാട്ടി സമയമാകുവാൻ എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് പാപികളുടെ കൂടെ, പാപികളുടെ മധ്യത്തില് അവരുമായിട്ട് കൂട്ടായ്മ കൂടി നിന്ന് എനിക്ക് രക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി അങ്ങനെ പറയുക, തങ്ങൾ തന്നെ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ തീർക്കും. ദൈവം അഭാവസ്വരം അനുഗ്രഹിക്കുന്നു. എനിക്ക് ആരെങ്കിലും തങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുവാൻ ഞാൻ പറഞ്ഞു. പെന്തക്കോസ്ത് സഭയിൽ പോലും സഭയില്ല. അതിനൊരു സഭയിലേക്ക് നിങ്ങൾ ആളെ ചേർക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതല്ല. കർത്താവിന്റെ സാക്ഷിയായി കർത്താവ് നയിക്കുന്ന ദിക്കുകളിൽ പോയി നിൽക്കുവാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു. ഞാൻ ചെയ്യുന്നു. അത് സത്യമാണ്. ദൈവം വെളിപ്പെടുത്തുന്നു. അവിടെ ഇന്ന് രാത്രി കർത്താവെ നിന്നെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. വളരെ ഞാൻ ബോധത്തോടുകൂടി എന്നെ ഇതാക്കാൻ എന്നെ മണവാട്ടി സഭയിലാക്കമാകുവാനായിട്ട് എന്നെ സമർപ്പിക്കുന്നു കർത്താവ് എന്നെ പറയുവാൻ നീ ആരെങ്കിലും ആഗ്രഹിക്കുന്നു. ഈ മാത്രം അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുമായ ദേവി സ്വർഗീയ പിതാവേ, എന്റെ മക്കളെ തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയ ഈ സഹോദരങ്ങളെ കർത്താവിനെ അനുഗ്രഹിക്കണം. അവരുടെ ഹൃദയത്തിൽ നീ കാണുന്നു കർത്താവെ. മറ്റുള്ളവർക്ക് കരങ്ങൾ ഉയർത്തണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അവരെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന പല പ്രതികൂലങ്ങളുമുണ്ട്. പാരമ്പര്യ ശക്തികളുണ്ട്, സാമുദായിക ശക്തികളുണ്ട്, പൈശാചിക പോരാട്ടങ്ങളുണ്ട്. അവരാ ബന്ധനങ്ങളെയെല്ലാം ഛേദിച്ച് കർത്താവെ ധൈര്യത്തോടുകൂടി നിനക്ക് സമർപ്പിക്കുന്ന ദിവസങ്ങൾ ആഗതമാക്കണമേ. വളരെ വേഗമാകണമേ കർത്താവെ. നിന്റെ വേഗം, നിന്റെ വരവടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സത്യം പറഞ്ഞ് സത്യത്തിന്റെ പാതയിലേക്ക് കടന്നു വരുവാൻ, നിങ്ങൾ സത്യം ഗ്രഹിക്കും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നുള്ള ആ വചനപ്രകാരം ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, സത്യത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ എന്റെ മക്കളെ ധൈര്യപ്പെടുത്തേണ്ടത്. ആരെങ്കിലും രോഗികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഹൃദയഭാരതത്തോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഭയത്താൽ ഭീരുത്വത്താൽ കർത്താവ് ആരെങ്കിലും ആയിരിക്കുന്നുണ്ട്, അവരെ നീ ധൈര്യപ്പെടുത്തേണ്ടത്. രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കേണ്ടത്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേട്ടിട്ട് ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകി സർവശക്തനായ ദൈവത്തോട് സ്തോത്രം പറയുകയും അവസരം നൽകിയ പ്രിയദാസന് ഈ സഭയ്ക്കും ഇവിടെ കടന്നു വന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയും നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മടങ്ങി പോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന കൂടി വാക്കുകൾ നിർമ്മിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുമായിട്ടുള്ള സ്വർഗീയ പിതാവേ, ഈ രാത്രിക്കായി പിന്നെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കടന്നു വന്നത് ഇതുവരെയുടെ സാന്നിധ്യം ഉണ്ടായതിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം ഒരു പ്രാവശ്യം കൂടെ അതേ കർത്താവ് ഇന്നും പാവിടെ രക്ഷിക്കുന്നുവെന്നും അതേ ലോകത്തില് ഏത് തലത്തിലുള്ളവരെയും ഏത് സ്ഥാനത്തിൽ മഹിമ ലഭിക്കുന്നവരെയും ഏതവസ്ഥയിലിരിക്കുന്നവരെയും വിടുവിപ്പാനും രക്ഷിപ്പാനും മതിയായ കർത്താവ് ജീവിക്കുന്നുവെന്ന് ഒരു പ്രാവശ്യം കൂടെ ആ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം അവിടെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതിന്റെ ബദലെന്തേക്കും സ്വർഗത്തിൽ സ്ഥിരമായതായാൽ സ്തോത്രം ചെയ്യുന്നു. പാരമ്പര്യങ്ങളല്ല ഞങ്ങളുടെ കർത്താവ് സഭയുടെ പഠിപ്പികളല്ല, പിന്നെയോ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്. ഒരു പ്രാവശ്യം സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് രാത്രികാല വചനം കേട്ടതായ ഹൃദയങ്ങളോട് അവിടെ തുറന്ന് സംസാരിക്കുക ഇടപെടുകയും ചെയ്യുമാറായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിത്തുകട്ടകൾക്കിടയിൽ കിടന്ന് നശിച്ചു പോകുവാനല്ല, പിന്നെയോ സ്വർഗീയമായ മഞ്ഞ് മഴയും അയച്ചിട്ട് കേട്ടതായ വിത്തുകൾ 30, 60, 100 മേനി വിളയുവാൻ. ഈ രാത്രികാല സുവിശേഷം കേട്ട ആരും ദൈവരാജ്യത്തിന് അന്യപ്പെട്ടു
വിട്ടുപോകാതെ പിന്നെയോ ദൈവസന്നിധിയിൽ തങ്ങളെ താഴ്ത്തി ദൈവസന്നിധിയിൽ കർത്താവെ തീരുമാനവും പ്രതിഷ്ഠയെടുത്ത് ഓ ഹല്ലേലൂയ കർത്താവെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് കർത്താവ് ഹല്ലേലൂയ സത്യവാത്മാവിൽ ആരാധിച്ച് മുമ്പോട്ട് പോകുവാൻ തക്കോണം കർത്താവ് അവർക്ക് വേണ്ടി പ്രത്യാശയോടെ ഒരുങ്ങി ജീവിപ്പാൻ തക്കോണം എല്ലാവരെയും സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ രക്ഷാനുഭവം പ്രാപിച്ചിട്ട് ഇന്ന് ആത്മീയമായി ക്ഷീണിച്ചും മടുത്തൊരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കർത്താവെ ആത്മീയമായി പുതുക്കം പ്രാപിച്ച് ഹല്ലേലൂയ തങ്ങളുടെ പ്രത്യാശയും വിളിയെ ഒന്നുകൂടി പുതുക്കുവാൻ തക്കോണം നീ സഹായിക്കുമാറായിട്ട് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം മഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിച്ചായ ദാസനോട് കർത്താവേ ഹല്ലേലൂയ തുടർന്ന് നീ സഹായിക്കാൻ ഗ്രഹിക്കും ചെയ്യണമേ. ഈ യാത്രയുള്ള ശുശ്രൂഷകളിലും കർത്താവിൽ ആ മഹത്വടുപ്പാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ പ്രയോജനം മാത്രമായിരിക്കാൻ തക്കണം അനേകരെ കർത്താവിലേക്ക് നടത്തുന്നവർ മാത്രമായിരിക്കാൻ തക്കണം നീ സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഇനി അടുത്ത ദിവസങ്ങൾക്ക് നടക്കുന്നതായ മീറ്റിംഗുകൾ പ്രാർത്ഥിക്കുന്നു. ആ മീറ്റിംഗുകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. നിന്റെ നാമം എവിടെയെല്ലാം ഘോഷിക്കപ്പെടുന്നു അവിടെയെല്ലാം കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുവാൻ തക്കണം കർത്താവിലേക്ക് ക്രൂശിലേക്ക് ഹല്ലേലൂയ ആത്മാക്കളായി പോകാൻ സഹായിക്കണമേ. ഇവിടെ പ്രവർത്തിക്കുന്നതായ ഈ സഭയെ നീ അനുഗ്രഹിക്കണമേ. കർത്താവ് ശുശ്രൂഷ ആശ്വസിക്കുമാറാകണമേ. ഈ രാത്രികാല അനുഗ്രഹത്തോടെ പറഞ്ഞയക്കുമാറാകണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. രാത്രികാലം കടന്നു വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പാസ്റ്റർ ഈശോ ഫിലിപ്പിനെ ചർച്ച ചെയ്യുന്നു, പിന്നെ ഡാനിയൽ പാസ്റ്ററിനെ ചർച്ച ചെയ്യുന്നു, അതിലെ പാസ്റ്റർ കെ സി ചാക്കോ പാസ്റ്ററിനെ ചർച്ച ചെയ്യുന്നു, ബ്രദറൻ അസംബ്ലിയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു എല്ലാവരും കടന്നു വന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്. ദൈവം നമ്മളെ തുടർന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്ന് രാത്രികാലം ഇവിടെ വചനം ശുശ്രൂഷ തന്റെ സാക്ഷ്യങ്ങളിൽ കൂടെ നമ്മളുടെ ജീവിതം ഒന്നുകൂടെ ചിന്തിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ആ ദൈവദാസനെയും ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. അദ്ദേഹത്തിനോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന ന്യൂയോർക്കിൽ നിന്ന് വന്ന ബ്രദർ മോൺസിക്കും ഞങ്ങളുടെ പ്രത്യേകമായിരിക്കും നന്ദി അറിയിക്കും.